എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഇന്നത്തെ നൃത്തവിരുന്നിലേക്ക് സ്വാഗതം. നമുക്കറിയാം, സവർണ മേധാവിത്വത്തിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിയിരുന്ന ദാസിയാട്ടം ജനകീയം ആയത് സ്വാതന്ത്ര്യനാളിൻ്റെ കാലം മുതലാണ്. അന്ന് തൊട്ട് ഇങ്ങോട്ടുള്ള അതിൻ്റെ വളർച്ച വള്ളത്തോൾ, കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ, കാവാലം നാരായണപ്പണിക്കർ, ഇങ്ങനെ ഒട്ടനവധി മഹാപ്രതിഭകൾ ഇതിനകത്തേക്ക് ഇഴുകിച്ച് അവരുടെ പ്രവർത്തനങ്ങൾ ഇതിൻ്റെ വളർച്ചയ്ക്ക് കാരണങ്ങളായി ഭവിച്ചു. തിരുവാതിരക്കളിയിൽ നിന്നും ഉരുവം കൊണ്ട ഈ കലാരൂപം ഇന്ന് കേരളത്തിൻ്റെ തനത് കലാരൂപമായിട്ട് വളർന്ന് വികാസം പ്രാപിച്ചിരിക്കുകയാണ്. എങ്കിലും ഒട്ടനവധി പരിണതികളും പരിഷ്കാരങ്ങളും അതിൻ്റെ അനുശീലനങ്ങളിൽ നിന്ന് മാറേണ്ടിയിരിക്കുന്നു. ഇനിയും നമുക്കതിനകത്തിൽ പരിവർത്തനത്തിന് അത് വിധേയമാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായും നമ്മൾ ഇന്ന് വ്യക്തിഗതമായിട്ടുള്ള ചർച്ചയോടൊപ്പം തന്നെ അവരുടെ സംഭാവനകളോടൊപ്പം തന്നെ നമുക്ക് വിഷയാധിഷ്ഠിതമായിട്ടുള്ള ഒരു ചർച്ചയാണ് ഇന്നിവിടെ വിഭാവനം ചെയ്യുന്നത്. ഇന്നത്തെ അതിഥിയായി നമുക്കെത്തിയിരിക്കുന്നത് മോഹിനിയാട്ടത്തിൽ ഫസ്റ്റ് റാങ്കോടുകൂടി പാസ്സായിട്ടുള്ള, അതിലുപരി മോഹിനിയാട്ടത്തിൽ PhD വളരെ പ്രശസ്തമായ രീതിയിൽ ഗവേഷണം കാഴ്ചവെച്ച ഡോക്ടർ മേതിൽ ദേവിക. നമുക്കറിയാം, ലാസ്യത്തിൻ്റെ ലാവണ്യം അതിൻ്റെ പൂർണ്ണ ചാരുതയിൽ രംഗത്ത് അവതരിപ്പിച്ചു വരുന്ന ഒരു കലാകാരിയാണ്. ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ, അംഗലാവണ്യം, എല്ലാ നർത്തകിമാരും സുന്ദരിമാരാണെങ്കിലും അംഗലാവണ്യം അതിൻ്റെ പൂർണ്ണതയിൽ പ്രകാശിക്കുന്ന ഒരു ബിംബ സൃഷ്ടിയാണ് ശരിക്കും മേതിൽ ദേവിക. നമുക്ക് മേതിൽ ദേവികയെ ഇന്നത്തെ നൃത്തവിരുന്നിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യാം. സ്വാഗതം ദേവിക. നമസ്തേ. താങ്ക് യു. അപ്പോൾ എനിക്ക് അതിനു മുമ്പ് ഡോക്ടർ ഉഷാരാജ വാര്യർ എന്നെ ഇന്ന് ഇൻ്റർവ്യൂ ചെയ്യുന്നതിന് ഏറ്റവും വലിയ ഓണേർഡാണ് ഞാൻ. എന്താ വെച്ചാൽ വലിയൊരു വലിയൊരു റിസർച്ചറും ഒരുപാട് ഗ്രന്ഥങ്ങളും ഒക്കെ ഒരു ആർട്ട് ഹിസ്റ്റോറിയനും ഒക്കെയാണ്. അപ്പം സാൻസ്ക്രിറ്റ് സ്കോളറും നിരന്തരം നമുക്കിപ്പോൾ യൂട്യൂബിൽ എന്താ പറയുക, ഡോക്ടറിൻ്റെ ഒരുപാട് വർക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് എനിക്ക് ആക്ച്വലി ഭയങ്കര സന്തോഷമുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. നമുക്ക് കേരളത്തിൻ്റെ തനത് കലാരൂപം എന്ന് വിശേഷിപ്പിക്കുന്ന മോഹിനിയാട്ടത്തിലേക്ക് പ്രവേശിക്കാം. നമ്മൾ കാണുന്ന മോഹിനിയാട്ടം എന്ന് പറയുന്നത് വേഷം കേരളത്തിൻ്റെ തനിമയുള്ള വേഷമാണ്. പക്ഷേ അതിനകത്തിലേക്ക് ഹസ്തലക്ഷണ ദീപിക എന്ന് പറയുന്ന അജ്ഞാതകർത്തൃകമായ ഗ്രന്ഥത്തിലെ മുദ്രകളാണ് അടിസ്ഥാനപരമായിട്ട് അതിൽ പ്രകാശിക്കുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ നമ്മൾ ചില രംഗാവതരണങ്ങൾ കാണുമ്പോൾ അതിൽ ഭരതനാട്യത്തിലെ മുദ്രകളും ചിലർ അതിലേക്ക് സന്നിവേശിപ്പിക്കുന്നത് കാണും. അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ തനത് താള പദ്ധതിയുണ്ട് നമുക്ക്. പക്ഷേ കാണുന്നത് മുഴുവനും കർണാടക സംഗീത താള പദ്ധതിയും, ശരിക്കും പറഞ്ഞാൽ വേഷത്തിൽ മാത്രം കേരളത്തനിമയും കേരളീയ താളങ്ങളും കേരളത്തിൻ്റെ സോപാന ശൈലിയിലുള്ള ഗാനസമ്പ്രദായങ്ങളും മാറി നിൽക്കുകയും, ഇത് ശരിക്കും പറഞ്ഞാൽ ഭരതനാട്യത്തിൽ വേഷം കൊണ്ടും മാത്രം ഭിന്നമായി നിൽക്കുന്ന ഒരു കലാരൂപമായിട്ട് ഏതാനും കാലങ്ങളായിട്ട് പരിണതി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ എന്താണ് ദേവികയ്ക്ക് ആസ് ആൻ ആർട്ടിസ്റ്റ്, ശരിക്കും പറഞ്ഞാൽ വളരെയധികം ക്രിയേറ്റീവായിട്ട് സർഗസൃഷ്ടികൾ നടത്തുന്ന ഒരു കലാകാരിയാണ്. ആ കലാകാരി എന്ന നിലയിൽ മോഹിനിയാട്ടത്തിനെ അതിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ അതിൻ്റെ തനത് സ്വരൂപത്തോടുകൂടി നമുക്ക് കേരള ജനതയ്ക്ക് കൊടുക്കേണ്ടതായിട്ടില്ലേ? അതിൽ ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്ന ഒരു കണ്ണിയാണ് ദേവിക എന്നുള്ള നിലയിൽ ദേവികയുടെ എന്താണ് പറയാനുള്ളത്? എനിക്ക് അത് വല്ലാത്തൊരു ക്വസ്റ്റ്യനായി പോയി ഉഷ. ഞാൻ ഉഷ എന്ന് വിളിക്കുകയാണ്. ഇപ്പം നമുക്ക് മറ്റ് ഡാൻസ് ഫോംസിനെ പോലെ നമുക്ക് മോഹിനിയാട്ടത്തിനെ കരുതാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്താ വെച്ചാൽ മോഹിനിയാട്ടത്തിന് അത്രത്തോളം വലിയൊരു ഡോക്യുമെൻറ്റഡ് ഹിസ്റ്ററി ഉണ്ടായിട്ടില്ല. മാത്രമല്ല മോഹിനിയാട്ടം ഒരു ഡിറൈവ്ഡ് ഡാൻസ് ഫോമാണ്. നമുക്ക് ഇതിൻ്റെ ഒരു ഹിസ്റ്റോറിക് ഫോമോ അല്ലെങ്കിൽ ഈവൻ മിഡീവൽ ഹിസ്റ്ററിയിൽ വരുന്ന അതിൻ്റെ ഫോമിനെ കുറിച്ച് നമുക്ക് ഒരു റെക്കോർഡ്സും ഇല്ല. മാത്രമല്ല എന്നാലൊട്ട് ഇതിൻ്റെ റൂട്ട്സ് ഒരുപാട് സതിരാട്ടത്തിൽ നിന്ന് വന്നിട്ടില്ല. ഇത് ഹിസ്റ്ററി ഉണ്ടേനും ഒന്നും വേണ്ട. മഹാരാജ സ്വാതി തിരുനാൾ അദ്ദേഹം ഇത് റിവൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ
ആ മഹാരാജ അദ്ദേഹം മറാഠ കിങ്സ് കോർട്ടിൽ നിന്ന് രാജാ സർ ഫോജയുടെ കൃതിയിൽ നിന്നൊക്കെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള വ്യക്തിയാണ്. നാൽവരുടെ കൃതികളിൽ നിന്ന് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇതിന് ഒരു അത്തരം ഒരു സ്റ്റാമ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് അത് മറികടക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നീട് കലാമണ്ഡലത്തിൽ നമ്മൾ അതിന് ഒരു അതിൻ്റെ ആയിട്ടൊരു സ്ട്രക്ചർ കൊടുക്കുമ്പോഴും നമുക്ക് ആ ഒരു ഫോമാറ്റ്, ഇപ്പം നിരൂപണ ഫോമാറ്റ് ആയിരുന്നു അന്ന് 18 ഐറ്റംസ് ആയിരുന്നു സദർ കച്ചേരിയിൽ. അത് പിന്നെ 7-8 ആയിട്ട് മാറിയതാണ്. അത് തന്നെ വേറെ പേരുകളിലായാലും ഇതിലേക്ക് അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. ചൊൽക്കെട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചതുശ്രം, ലാസ്റ്റ് തില്ലാന. അപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത് വെച്ചാൽ നമുക്ക് ഇത് ഒരു റിയൽ ആർട്ട് ഫോം എന്തായിരുന്നു കേരളത്തിന് അങ്ങനെ അതിൻ്റെ ആയിട്ടുള്ളൊരു ഡാൻസ് സമ്പ്രദായം ഉണ്ടെങ്കിൽ അത് മോഹിനിയാട്ടമായിരുന്നോ വേറെ പേരിലായിരുന്നോ നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ഈ ഒരു ഡിഫറൻസ് ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. നമുക്കത് ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല, നമുക്ക് കർണാടക താള പദ്ധതി ഉപയോഗിക്കാൻ പാടില്ല, സോപാനെ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നൊക്കെ നമുക്ക് പറയാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോലും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ പിന്നീടാണ് നമുക്കിപ്പോൾ ഇതിൻ്റെ ഒരു ഇൻഡിജിനസ് സ്ട്രക്ചർ കൊണ്ടുവന്നേ പറ്റൂ എന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് ഓഫ് കോഴ്സ് അങ്ങനെ ചിന്തിക്കേണ്ടി വരും. പക്ഷേ ചിലവർ നമുക്ക് മറ്റേ ഫോമാറ്റ് മതി എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കലാമണ്ഡലം എന്തുതന്നെയായാലും കലാമണ്ഡലത്തിൽ നിന്നാണ് ഇതിനു മുമ്പും അവിടെ ടീച്ചേഴ്സ് വന്ന് പഠിപ്പിച്ചാലും അന്ന് അവിടുന്ന് ഉണ്ടാക്കിയ എന്താ പറയുക ആ സ്റ്റാഫ് മഹാകവി വള്ളത്തോൾ ആ സ്റ്റാഫ് പഠിപ്പിച്ചതാണ് മോഹിനിയാട്ടം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവരുടെ ആ ജനറേഷൻ വേറെ കിടപ്പുണ്ട് നമ്മൾ അറിയാത്ത അവരെ അറിയപ്പെടുന്ന ആൾക്കാർ. ചിന്നമ്മു അമ്മയുടെ തന്നെ കൗണ്ടർ പാർട്സ് ആരും അറിയാത്ത പാലക്കാട് ബെൽറ്റിൽ കിടപ്പുണ്ട്. പക്ഷെ അപ്പോഴും ഞാൻ ചോദിക്കുന്നത് നമ്മൾ മോഹിനിയാട്ടം എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇളം തെന്നലിൽ ആടി ഉലയുന്ന നെൽക്കതിരു പോലും വിളംബകാലത്തിൽ ചെയ്യപ്പെടുന്ന ഒരു ആർട്ട് ഫോമാണ് ശരിക്കും പറഞ്ഞാൽ. അത് ആലോചിക്കുക, അതിൻ്റെ ആ വിളംബത്തിൽ വരുമ്പോൾ ഈ വിളംബം എന്ന് പറയുന്നത് നമുക്കൊരിക്കലും കർണാടക സംഗീതത്തിൽ കിട്ടില്ല. സോപാന സംഗീതത്തിൽ ഹിന്ദുസ്ഥാനിയുടെ ഒരു ചായ്വാണ് വിളംബം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് കർണാടക സംഗീത പദ്ധതി ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല, ഇത് തന്നെ വേണമെന്ന് നമ്മൾ വാശി പിടിക്കരുത്. അങ്ങനെയില്ല, നമുക്ക് അങ്ങനെ ഇപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ പറയട്ടെ, കർണാടക സംഗീതം നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ വളരെ ചൗക താളഗതിയിലുള്ള സാധനങ്ങളാണ് പൊതുവേ ഉപയോഗിക്കാൻ പറ്റുന്നത്. അതേപോലെ തന്നെ ഇപ്പം നമ്മൾ സോപാന സംഗീതം എന്ന് ഞാൻ കേരളത്തിൻ്റെ താള പ്രക്രിയ എടുത്തിട്ടുള്ള ഒരു സാധനം ചെയ്യുമ്പോൾ നമ്മൾ കുറേ ചൊല്ലുകൾ ഇട്ടാൽ ഒരു പക്ഷേ ആസ് എ ഡാൻസർ എനിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട് അത് ഇതിനെക്കാട്ടിലും ഫാസ്റ്റായി ചിലപ്പോൾ തോന്നിയിട്ടുണ്ട് ചടുലമായിട്ട്. പക്ഷെ അതിൽ തിസ്രവും ചതുരശ്രവും ഖണ്ഡവും സങ്കീർണവും എല്ലാം ചെയ്യാൻ പറ്റുന്ന എല്ലാ ജാതികളും അനുവർത്തിക്കാൻ പറ്റുന്ന മർമ്മം തുടങ്ങിയ താള പദ്ധതികൾ നമുക്കുണ്ട്, കുംഭതാളമുണ്ട്. പക്ഷെ എന്നിട്ടും അതെന്തുകൊണ്ടാണ് അതിൽ പ്രയാസമുണ്ടോ നിങ്ങൾക്ക് ചെയ്യാനായിട്ട്? പ്രയാസമൊന്നുമില്ല. അതെന്താ അറിയോ, നമുക്ക് ഞാൻ പറയട്ടെ, കാവലം സർ പ്രിമിറ്റിവിസം ഒരു ആർട്ട് ഫോമിൽ കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ്. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു ആർട്ട് ഫോമിൻ്റെ റീസറക്ഷൻ ഫേസിൽ എസ്പെഷ്യലി ഒരു പെർട്ടിക്കുലർ ഏരിയയിലോ ഒരു റീജിയനിൽ ദേശീയ സമ്പ്രദായം നമ്മൾ ദേശീയമാക്കുമ്പോൾ ഈ പ്രിമിറ്റിവിസം കൊണ്ടുവരിക എന്ന് പറയുന്നതാണ് അതിൽ ഏറ്റവും വലിയ ഒരു കാര്യം. അതായത് നമ്മുടെ റൂട്ടിൽ നിന്ന് നമ്മുടെ വേരുകളിൽ നിന്ന് തപ്പിയെടുക്കുക. അതുകൊണ്ടാണ് അദ്ദേഹം ഇതിന് ഇത്രയും ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തത്. പക്ഷെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിനെ പോലെയുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലൈനേജ് നമുക്ക് വേറെ കിട്ടിയില്ല. അപ്പം അദ്ദേഹം തന്നെ ഒരുപാട് സമയം എടുത്തിട്ടാണ് നമുക്കൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരുപാട് അറിവിൽ നിന്ന് നമുക്ക് കുറച്ചൊക്കെ നമ്മൾക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അദ്ദേഹം ഒരുപാട് എനിക്കറിയാം എക്സ്ട്രാവേഗൻ്റ് ആയി തരുന്നൊരു പേഴ്സൺ ആയിരുന്നു. എനിക്കൊന്ന് സാറ് എല്ലാ താള സമ്പ്രദായങ്ങളിലും രചന തന്നെ നിർവഹിച്ചു. എൻ്റെ ഞാൻ ഇതുവരെ ഇനിയും ചെയ്യാൻ കിടക്കുന്ന സാറ് ലാസ്റ്റ് എഴുതിയൊരു സാധനം എനിക്ക് ഫോണിൽ കൂടെ എഴുതിയൊരു സാധനം ഉണ്ട്. അന്ന് പക്ഷെ ഞാൻ സാറോട് പറഞ്ഞത് ഇത് പക്ഷെ എനിക്ക് കർണാടക ശൈലിയിൽ മ്യൂസിക് ചിട്ടപ്പെടുത്തി തരണം, താളം ഇതായിരിക്കണം. എന്നോടായതുകൊണ്ട് സാർ ഓക്കെ പറഞ്ഞു. എന്നിട്ട് സാർ എന്നെ ബി ശശികുമാർ സാറിൻ്റെ അടുത്ത് പോയി അതിനെ പക്ഷെ നമ്മൾ തെയ്യത്തിൻ്റെ ഒരു താളം ബേസ് ചെയ്ത് ചെയ്തു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അത് ഞാൻ ഇനി വരാൻ കിടക്കുന്നേ ഉള്ളൂ. അപ്പോൾ സാറിൻ്റെ ഈ ഒരു വാസ്റ്റ് നോളജ്
അത് നമുക്ക് ശരിക്കും യൂട്ടിലൈസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. സർ എഴുതി വെച്ച കൃതികൾ ഡാൻസേഴ്സ് പോയി എടുത്തു എന്നല്ലാണ്ട് സാറിൻ്റെ കൂടെ ഈ താളപദ്ധതിയെക്കുറിച്ച് വളരെ അടിസ്ഥാനമായി പഠിച്ച് അതെനിക്ക് തോന്നുന്നില്ല. നമുക്ക് കുറേ ചൊല്ലുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. നമ്മൾ ഡാൻസേഴ്സ് എന്താ വെച്ചാൽ ഒരുപാട് അഡാപ്റ്റ് ചെയ്തു ചൊല്ല് ഇതൊക്കെ. പക്ഷെ ഇതിൻ്റെ ഒരു പെഡഗോജി ലെവലിലേക്ക് എനിക്ക് തോന്നുന്നത് ക്രിയേറ്റീവായിട്ടുള്ള കുറച്ച് സൃഷ്ടികൾ വന്നാൽ മതി ഈ താളക്രമത്തിൽ. അതെ, അപ്പോൾ ഡാൻസേഴ്സിന് അത് ചെയ്യാൻ പറ്റും. ഇപ്പം ശശികുമാർ സാറ് എല്ലാ ഇപ്പം മർമ്മത്തിലാണേലും കുംഭത്തിലാണേലും നമ്പ്യാർ കുഞ്ചൻ നമ്പ്യാർ എഴുതി വെച്ചതിനെ തന്നെ ഇത്തരമധ ഗുരുവര ശാസന കേട്ടുടനാദരവോടെ, അതായത് ഒന്ന് ഇത്തരമധ ഗുരുവർ ശാസന കേട്ടു ആദരവോടെ, അതിന് താളം തെയ്യുമത തെയ്യുമതത്ത തെയ്യുമതത്ത തെയ്. ഇത് കറക്റ്റായിട്ട് ഇട്ടിരിക്കുകയാണ്. ആ സർവ്വ ലഘുക്കളിൽ നിന്ന് ചില ലഘുക്കളെ എടുത്തു മാറ്റി വളരെ മനോഹരമായിട്ട് സാറ് എല്ലാ കൃതികൾക്കും എല്ലാ താളത്തിലും ചെയ്തിട്ടിട്ടുണ്ട്. എനിക്കൊന്ന് ഇനി അതിൽ രചനകൾ ഉണ്ടായാൽ മതി. രചനകൾ വരുമ്പോൾ നമുക്ക് നല്ല മ്യൂസിഷ്യൻ സ്പേസ് ചെയ്യാൻ അറിയണം വാക്കുകൾ. എന്താ വെച്ചാൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ നാരായണ തീർത്ഥരുടെ ഒരു പദം എടുത്ത് ചമ്പതാളത്ത് ഇടുമ്പോൾ സൃഷ്ടിക്കുമ്പോൾ ആ വേർഡ് സ്പേസിങ് ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിനകത്ത് കാവലം സാർ എന്ന് പറയുന്നത് എല്ലാം കൂടി ഒരുമിച്ചുള്ള ഒരു വ്യക്തിയായിരുന്നു. പാട്ട്, എഴുത്ത്, ഫിലോസഫി, ഡാൻസ്, ഡ്രാമ, സ്പിരിച്വാലിറ്റി, എല്ലാം ഉണ്ട്. അതാ പറയണേ. ഇനി ഒരാളെ കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുക പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ അതിന് അങ്ങനെ കൃതികൾ നമുക്ക് ചെയ്യാം, ഒരുപാട് ഡാൻസ് കമ്പോസിഷൻസ് ചെയ്യാം. ഇപ്പം ഞാൻ ചെയ്യുന്നുണ്ട്. ആ ഒരു ഏകദേശം നമ്മൾ ദേശി എന്നുള്ള ഒരു ഇതിലേക്ക് വരുമ്പോഴേക്കും, ദേശി പദ്ധതിയിൽ വരുമ്പോഴേക്കും അത്തരം സാധനങ്ങൾ എടുത്ത് ചെയ്യുന്നുണ്ട്. ബട്ട് എഗെയിൻ നമ്മളത് പെഡഗോജി ലെവലിൽ വരുമ്പോൾ നമ്മൾ ഇത് കുട്ടികളെ വെറും ഒരു കൃതി ഉണ്ടാക്കുക മാത്രമല്ലല്ലോ. എനിക്ക് തോന്നുന്നു ഇപ്പം ഏറെക്കുറെ ഇപ്പം ഞാൻ കഥകളിയിൽ നിന്ന് താളങ്ങൾ എടുത്തിട്ട് ഒരു പെർട്ടിക്കുലർ രീതിയിൽ അടവൂസ്, അതിൻ്റെ 1-ാം കാലം, 2-ാം കാലം, 3-ാം കാലം. അപ്പോൾ ഞാൻ പറയാം, ഇപ്പൊ ചെമ്പടയാണെങ്കിൽ അല്ല, ഈ മോഹിനിയാട്ടത്തിൽ അതിവിളംബം കൂടെ ഉണ്ടല്ലോ. അത്യന്ത വിളംബമുണ്ട്, വിളംബമുണ്ട്, എല്ലാം അതുപോലെ കാവലം സാറിന്റെ ഒരു ഇത് നോക്കിക്കഴിഞ്ഞാൽ, എസ്തറ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതിവിളംബത്തിൽ ഇദ്ദേഹത്തിന്റെ ചൊല്ല് നല്ല ദ്രുതകാലത്തിൽ പോകും. പക്ഷെ അതാണ് അതിന്റെ ഒരു ഗുണം. ഇതിന് അതിൻ്റെ ഒരു ക്യാച്ചി എന്ന് പറയുന്ന സാധനം നമ്മൾ സാറിന്റെ ഒരു പദ്ധതി എടുക്കുമ്പോൾ ഭയങ്കര നമുക്ക് എങ്ങനെ വേണമെങ്കിലും അതിനെ ഒന്ന് ഓൾട്ടർ ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ സ്ലോ ആയി ചൊല്ല് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഫുൾ ചൊല്ലുകൊണ്ടുകൊണ്ട് നിറഞ്ഞിട്ട്. പക്ഷേ അതാ പറയുന്നത്, ഇതിൻ്റെ ഒരു ട്രഡീഷൻ കൃത്യമായി സിസ്റ്റമറ്റൈസ് ചെയ്ത് ഒരു പെഡഗോഗി വരണം അല്ലേ. അത് വന്നു കഴിഞ്ഞാൽ ഓക്കെ, ബാലൻസ്ഡ് ആവും. അതാണ് ആസ് ആൻ ആർട്ടിസ്റ്റ് ദേവിക്ക് ഇതിൽ ഇത്രയും എക്സ്പീരിയൻസിൽ നിന്നും പറയാൻ കഴിയുന്നത്. പക്ഷെ അതേപോലെ തന്നെ ഇനി അടുത്തൊരു, നമ്മളിപ്പം മോഹിനിയാട്ടത്തിൽ തന്നെ നമ്മൾ ചെയ്യുന്ന മണ്ഡലങ്ങളുണ്ട്. ഇപ്പം സമം, കാൽമണ്ഡലം, അരമണ്ഡലം, മുക്കാൽ മണ്ഡലം, മുഴുമണി. ഞാൻ പറഞ്ഞപ്പോൾ തന്നെ എനിക്കിപ്പോ ഡാൻസ് ചെയ്യാൻ മാത്രമേ അറിയുള്ളൂ, എന്താ ചെയ്യുന്നത്. എന്റെ സംശയം എന്ന് പറഞ്ഞാൽ ടെക്നിക്കലായിട്ടുള്ള സംശയമാണ്. അപ്പോൾ അത് പ്രേക്ഷകരുടെയും കൂടെ സംശയമാണ്. അത് അവർക്ക് നമ്മൾ ദൂരീകരിച്ചു കൊടുക്കണം. അതായത് ആസ് ആൻ ആർട്ടിസ്റ്റ് ദേവിക്ക് മാത്രമാണ് അത് എനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് നോക്കിക്കണ്ട് അതിനെ എഴുതാനേ പറ്റുള്ളൂ. പക്ഷെ ആസ് ആൻ ആർട്ടിസ്റ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കേണ്ട കാര്യങ്ങൾ ആർട്ടിസ്റ്റ് തന്നെ ചെയ്യേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് ആർട്ടിസ്റ്റ് സർവ്വജന പ്രീതി നേടിയിരിക്കുന്ന ആളാണ്. അപ്പോൾ ആ ആള് കൊടുക്കുന്നത് മാതൃകയാണ്. എന്താണ് യദ്യത് ആചരതി ശ്രേഷ്ഠ തത്തദേവ ഇതരോ ജനാഹ എന്നാണ്. സയത് പ്രമാണം കുരുതേ ലോകസ്ഥതനുവർത്തത എന്നാണ്. അപ്പോൾ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ തലത്തിൽ അതിൻ്റെ ദിവ്യമായ തലങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ തനത് ഭാവത്തെ വിടാതെ അതിൻ്റെ പൂർണ്ണതയിൽ അവതരിപ്പിച്ചു കൊടുക്കണം. അപ്പോഴാണ് ആർട്ടിസ്റ്റ് ഗ്രേറ്റ് ആവുന്നത്, സർവ്വരാലും അംഗീകരിക്കപ്പെടുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ കാൽമണ്ഡലമുണ്ട്, അരമണ്ഡലമുണ്ട്, മുക്കാൽ മണ്ഡലമുണ്ട്, മുഴുമണ്ഡലമുണ്ട്. പക്ഷെ ഇപ്പോൾ കാണുന്ന സ്റ്റേജ് പെർഫോമൻസിൽ കൂടുതലും കാൽമണ്ഡലങ്ങളാണ് കാണുന്നത്. എന്താണ് ആസ് ആൻ ആർട്ടിസ്റ്റ്? അത് ജെന്യുവിൻ ആയിട്ടുള്ള ചോദ്യമാണ്.
പ്രാക്ടീസ് ഇല്ലായ്മ, എനിക്ക് അത്രേ പറയാം. അതായത് ഇപ്പോൾ നമ്മൾ ഓരോ ഏരിയയിൽ നിന്ന് വരുന്നവരെ കാണുമ്പോൾ ഇപ്പോൾ കലാമണ്ഡലംകാർ പെർഫോം ചെയ്യുന്ന പോലെ ആയിരിക്കത്തില്ല സർവകലാശാലയിൽ നിന്ന് വരുന്നവർ. അല്ല, പ്രത്യേകിച്ച് ഏറ്റവും രസം കലാമണ്ഡലത്തിൽ തന്നെ ഇത്രയും വർഷം അവർ 4 മണിക്കൊക്കെ എണിച്ചിട്ട് സാധകമൊക്കെ ചെയ്ത് അതുപോലെ സാധകം ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇല്ല കേട്ടോ. 4 മണിക്ക് എണിച്ച് കുട്ടികളെ കൊണ്ട് കണ്ണ് സാധകവും നെയ് സാധകവും ഒക്കെ ചെയ്യിപ്പിച്ച് കലാമണ്ഡലത്തിൽ തന്നെ അന്ന് അത്രയും ഭംഗിയായി കളിച്ചവര് ചിലവരെ ഞാൻ ഈയിടെ ഒരു പെർഫോമൻസ് കണ്ടപ്പോൾ ആ മേഴ്വഴക്കൊന്നും ഇപ്പൊ ഇല്ല അവരിൽ മറ്റേ എല്ലാ സ്റ്റുഡൻസിലും ആ പെർട്ടിക്കുലർ ആർട്ടിസ്റ്റില്. അപ്പൊ എനിക്ക് തോന്നി അത് ഡെഫിനറ്റ്ലി പ്രാക്ടീസിന്റെ കുഴപ്പമാണ്. അല്ലാതെ ഇതിന് വേറെ ഇങ്ങനെ ഉപയോഗിക്കാതെ ഇങ്ങനെ പോയാൽ മതി അങ്ങനെയൊന്നുമില്ലല്ലോ, നിയമമൊന്നും എടുത്തിട്ടില്ലല്ലോ. വേറൊരു കാര്യമുണ്ട്, ഒന്ന് പ്രാക്ടീസിന്റെ ഒരു കുറവാണ്, പിന്നെ വേറൊന്നുമില്ല. മോഹിനിയാട്ടം എന്നുള്ളൊരു ഞാൻ പറയാൻ പാടില്ല ആർട്ട് ഫോം ഏറ്റവും കൂടുതൽ ഇന്ന് കുറേ ഗ്യാപ്പ് കഴിഞ്ഞ് പഠിക്കുന്ന ആൾക്കാർ പഠിക്കുന്ന ഒരു ഡാൻസ് ഫോം ആയി. അതായത് എൻ്റെ ഒരു അനുഭവത്തിൽ ഇപ്പോൾ കുറേ പേര് കല്യാണം കഴിഞ്ഞു, പിന്നെ കുറേ വർഷം മിണ്ടാണ്ടിരുന്നു, പിന്നെ വീണ്ടും മോഹിനിയാട്ടമാണ് ആദ്യം ചൂസ് ചെയ്യുന്നത്. അതെന്താ അവരങ്ങനെ ചൂസ് ചെയ്യാൻ കാരണം? അത് അവരുടെ വിചാരം ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ആർട്ട് ഫോം. അപ്പോൾ ഞാൻ എല്ലാവരുടെയും കാര്യം പറയല്ല, ഞാൻ പൊതുവേ അപ്പോൾ ഇത് കാണുമ്പോൾ വളരെ സിമ്പിളും ആക്ച്വലി ചെയ്യാൻ ഭയങ്കര ടഫായിട്ടുള്ളൊരു ആർട്ട് ഫോമാണ്. അപ്പോൾ ഇത് കറക്റ്റ് ട്രെയിനിങ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ശരീരത്തിൽ വരുള്ളൂ. മറ്റേത് ഞാൻ ഇതിനെ ഒരു സയൻറ്റിഫിക്കായി നോക്കുകയാണെങ്കിൽ ഇപ്പം നമുക്ക് മറ്റേതൊക്കെ കാർഡിയോ വാസ്കുലർ ആണ് ശരിക്കും, ഭരതനാട്യം കുച്ചിപ്പുടിയൊക്കെ ശരിക്കും നമ്മൾ ചെയ്ത്. ഇതെന്ന് പറയുന്നത് കൺട്രോൾ ചെയ്ത് ചെയ്യേണ്ട, അത് ആ ചുഴുപ്പുകൾ എത്രത്തോളം ചെയ്യുന്നോ അത്രത്തോളം മാത്രമേ നമുക്ക് ലാസ്യം, ആ സോ കോൾഡ് ഗ്രേസ്, ലാസ്യം എന്ന് പറയുന്നത് ആ എനർജി നമുക്ക് കിട്ടുള്ളൂ. ഇപ്പം ഈ ഓൺലൈൻ ക്ലാസ്സുകൾ ധാരാളം ഉണ്ടല്ലോ, കാണുന്നുണ്ടാവും. ധാരാളം പേര് ഇപ്പോൾ ഗുരുക്കന്മാരായിട്ട് രംഗപ്രവേശം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ എല്ലാം ക്ലാസ്സുകളിലേക്ക് നമ്മുടെ കുട്ടികൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. രക്ഷകർത്താക്കൾക്ക് ഇതിനെപ്പറ്റി വലിയ ബോധമില്ലാത്തതുകൊണ്ട് അനേകം രക്ഷകർത്താക്കൾ ഇപ്പോൾ മിസ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കുട്ടികളുടെ ഔട്ട്പുട്ട് എന്തായിരിക്കും? എന്നെ കൊണ്ട് അല്ല, അവർക്കൊരു സജഷൻ കൊടുക്കണം. അത് ദേവിക ഒരു ഗുരു, ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ്ഡ് ആണ്. അതുപോലെ ഗിരിജ ടീച്ചറെ പോലെയുള്ള സീനിയർ മോസ്റ്റ് ആർട്ടിസ്റ്റുകൾ പഠിപ്പിക്കുന്ന ഗുരുക്കന്മാരുടെയൊക്കെ കീഴിൽ കാലങ്ങളോളം പഠിച്ച പരിചയമുണ്ട്, ചെയ്ത് പരിചയമുണ്ട്, ഇത്രയെല്ലാം വെൽ എക്സ്പീരിയൻസ്ഡ് ആണ്. സോ അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ കൃത്യമായിട്ട് രക്ഷകർത്താക്കൾക്കൊരു സന്ദേശം കൊടുക്കാൻ പറ്റുള്ളൂ എന്ത് വേണം എന്നുള്ളതിനെക്കുറിച്ച്. അതായത് എനിക്ക് ഓൺലൈൻ ക്ലാസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഓൺലൈൻ ക്ലാസ് ആകുമ്പോൾ നല്ല ഗുരുവിനെ തപ്പിയിട്ട് എടുക്കണം. എന്താ വെച്ചാൽ ഓൺലൈൻ എന്ന് പറയുന്നത് അത്ര വളരെ ഡിഫിക്കൾട്ടാണ്. ഒന്നാമത് ഗുരുവിനെ അസസ് ചെയ്യാൻ. ഇപ്പം ഞാൻ എടുക്കണം വിചാരിച്ചോളൂ, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു സെക്കൻഡ് ഓഡിയോ വിഷ്വൽ ഡിലേ, അത് പെർസ്പെക്റ്റീവ്സ് തമ്മിലുള്ള ഒരു വ്യത്യാസമാണ്. ഞാൻ ഏതോ ഒരു ടീച്ചറിനോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെ ഓൺലൈൻ ക്ലാസ് എടുക്കുന്നത്, ഡിലേ വരുന്നില്ലേ? അത് 1-2 സെക്കൻഡ് അല്ലേ ഉള്ളൂ പറഞ്ഞു. മതിയിലോ, ഡാൻസിനെ സംബന്ധിച്ചുള്ള ആ 2 സെക്കൻഡ് ഇസ് എ ബിഗ് ടൈം ലാപ്സ്. മാത്രമല്ല എനിക്ക്, ഞാൻ കണ്ണടയിട്ട് ആദ്യം നോക്കും, പിന്നെ ഞാൻ കണ്ണടയിട്ട് എക്സ്പ്രഷൻ കാണും, പിന്നെ അവരെന്താ ചെയ്യുന്നത് കണ്ണടയിട്ട്, വലിയ പണിയാണ്. അപ്പോൾ ശരിക്കും നമ്മൾ പിന്നെ ന്യൂആൻസസ് ഇങ്ങനെ നോക്കിയിരിക്കുന്ന ഗുരുക്കന്മാർക്ക് മാത്രമേ അത്. പിന്നെ കുറേ പേര് ചെയ്യുന്ന ഒരു ടീച്ചർ വന്ന് നിൽക്കും, 50 കുട്ടികളെ കാണില്ലേ ഇവർ പഠിപ്പിക്കും, കുട്ടികൾ എന്തൊക്കെയോ പഠിക്കുന്നു, ഫീസ് വാങ്ങിക്കുന്നു. ഞാൻ പറയാച്ചാൽ ഈ ലോക്ക്ഡൗൺ കൊണ്ട് ഒരുപാട് കാശുണ്ടാക്കിയ ആർട്ടിസ്റ്റിനെ എനിക്ക് പറയാം. ഒരുപാട് പേർക്ക് കാശില്ലാണ്ടായതും എനിക്കറിയാം ഓണസ്റ്റ്ലി. സോ ഭയങ്കര ഫ്ലിപ്പ് ചെയ്തിട്ടുണ്ട് സർക്കംസ്റ്റാൻസസും എല്ലാം. ഇതുവരെ ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാത്തവർക്കൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഈ കൊറോണ കാരണം വന്നിട്ടുണ്ട്. ഞാൻ അങ്ങനെ പറയില്ല, ഞാൻ എല്ലാത്തിനും മൈൻഡ് ആയിട്ടില്ല. ഞാൻ പറയട്ടെ, അത് അവരുടെ ഫ്രീഡമാണ്, അവരുടെ സ്പേസ് ആണ്, അവരെ ചൂസ് ചെയ്യുന്ന ആൾക്കാർ. പക്ഷെ ഞാൻ പറയട്ടെ, ആസ് നമ്മൾ ടീച്ചേഴ്സ് ആവുന്നതിന് മുമ്പ് നമ്മൾക്കും ഒരുപാട് പഠിക്കാനില്ലേ. ഇപ്പം ഞാനിപ്പോഴും എനിക്ക് പേടിയാണ് പഠിപ്പിക്കാൻ ഓൺലൈൻ, ഓണസ്റ്റ്ലി. അപ്പോൾ നമ്മൾ വളരെ കെയർഫുള്ളായി ചെയ്യണം, ബിക്കോസ് ഇതിന് എത്ര കാലം ഉണ്ടാവും എന്ന് നമുക്കറിയില്ല. ഈ പഠനം എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. അതിനെ ഞാൻ പറയട്ടെ, ഇനി സപ്പോസ് ഒരു 2 വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നമുക്ക് ശരിക്കും ഒരു പബ്ലിക് പെർഫോമൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ
നമ്മൾ എത്ര പേര് ആ സമയത്ത് ഹെൽത്തി ആയിരിക്കണം, എത്ര യങ് ആയിരിക്കണം, സോ മെനി, എത്ര ഫിറ്റ് ആയിരിക്കണം. അപ്പൊ ഇനി വരുന്ന ജനറേഷനിലാണ് അത് കിടക്കുന്നത്. അതെ അതെ. അല്ല, ഒരു അധ്യാപികയിൽ നിന്നൊരു ഗുരുവിലേക്ക് ഒരുപാട് വഴിയുണ്ട്, ഒരുപാട് ദൂരമുണ്ട് ശരിക്കും. ഗുരു ഇല്ല, ആചാര്യന്മാരെ. അത് തന്നെ. അപ്പം ആചാര്യ സ്ഥാനത്ത് ഒരാളെ നമ്മൾ അവരോധിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആളുടെ ഓതൻറ്റിസിറ്റി നമ്മൾ നോക്കണം. എത്രത്തോളം അവർ എക്സ്പീരിയൻസ്ഡ് ആണ്, എത്രത്തോളം പഠിപ്പിച്ച് ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളിലൊരു നിയതമായൊരു പരിശോധന രക്ഷകർത്താക്കൾ നടത്തണം. എന്നിട്ട് നല്ല ഗുരുവിൻ്റെ കീഴിലെ കുട്ടികളെ നടത്തും. അവർക്ക് എങ്ങനെ അറിയും? അത് അറിയണം, അല്ലെങ്കിൽ പഠിപ്പിക്കണം. അത്രമാത്രമേ നമുക്ക് പറയാനുള്ളൂ. എന്തായാലും നമുക്ക് സബ്ജക്റ്റിലേക്ക് വീണ്ടും വരാം. ഈ ഗണപതിയിൽ തുടങ്ങി ജീവയിൽ അവസാനിക്കുന്ന ഒരു പാറ്റേൺ ആണ് ശരിക്കും പറഞ്ഞാൽ മോഹിനിയാട്ടം എന്ന് പറഞ്ഞ പെർഫോമൻസ്. ഇതിലെല്ലാ ഐറ്റത്തിലും ദേവിക പെർഫോം ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ദേവികയുടെ പെർഫോമൻസ് ബേസ് ആണ് ഇനി ഉള്ള ചോദ്യം എന്ന് പറയുന്നത്. ഇതിനകത്തിൽ തത്വം എന്ന് പറയാം, അവിടെ തൊട്ട് നമുക്ക് തുടങ്ങാം. അതുവരെയൊക്കെ ഉള്ളത് ഈ മുഖചാലം എന്ന് പറയുന്നതൊക്കെ നമുക്ക് വേറിട്ടൊരു കോമൺ ഇതായിട്ട് നമുക്ക് മാറ്റി നിർത്താം. മുഖചാലം എന്ന് പറഞ്ഞാൽ മുഖത്തിൻ്റെ ചലനമാണ്. പലർക്കും ഈ ടേം എന്താണെന്നറിയില്ല. മുഖത്തിൻ്റെ ചലനങ്ങൾ വെച്ചിട്ടുള്ള രാഗതാളമിശ്രിതമായിട്ടുള്ള ഒരു അഭിനയ സംഗീതമാണ് മോഹിനിയാട്ടത്തിൽ പ്രയോഗിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് തത്വം നിരൂപണ ഫോർമാറ്റിൽ മുഖചാലി എന്നുള്ളൊരു ഐറ്റം ഉണ്ടായിരുന്നു പണ്ട് സർഫോജയുടെ ഇതെന്ന്. അത് ആക്ച്വലി ഒരു ഓവറോൾ ഒരു റെപ്പറ്റോറിന്റെ ഓവറോൾ ഒരു ആകൃതിയായി കാണുന്നതാണ് പറയുന്നത്. അപ്പൊ അതില് ഒരുപാട് വെറൈറ്റികളൊക്കെ ദേവിക ചെയ്തിട്ടുണ്ടാവുമല്ലോ. ഞാൻ ഒരുപാട് വെറൈറ്റീസ് ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ ചെയ്തിട്ടുള്ളതൊക്കെ നല്ല സാധനങ്ങളാണ്. അതെ അതെ. ഉദാഹരണം ഇപ്പോൾ നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ ഓരോ ഐറ്റവും നമുക്കൊന്ന് ചെയ്തു പോകാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ശരി, അപ്പം നമുക്കതിൻ്റെ നിർവചനാത്മകമായിട്ടുള്ള ഒരു തലത്തിലേക്ക് കടന്നു പോകാം. അപ്പം തത്വം എന്ന് പറയുന്നത് ഇപ്പോൾ സർപ്പതത്വം ചെയ്തിട്ടുണ്ട് അല്ലേ? സർപ്പതത്വം ശരിക്കും പറഞ്ഞാൽ ദ സർപ്പൻറ്റ് പവർ, ഒരുപാട് ഹൈലി ഫിലോസഫിക്കലായിട്ടുള്ള ഒരു ടേമാണ് ഈ സർപ്പതത്വം അഥവാ സർപ്പശക്തി എന്ന് പറയുന്നത്. കുണ്ടലിനി ശക്തി, അതായത് ഒരു മനുഷ്യൻ്റെ ഹ്യൂമൻ ബീങ്ങിൻ്റെ ബോഡിയിലുള്ള ഷഡാധാരങ്ങളിലൂടെയുള്ള അതിൻ്റെ ഒരു സഞ്ചാരമാണ്. അത് കുണ്ടലിനി എന്ന് പറയുന്ന മൂലാധാരത്തിൻ്റെ, അത് വളരെ സിംബോളിക്കായിട്ടാണ് ഇത് പറയുന്നത്. മൂലാധാരത്തിൽ, ത്രികോണത്തിൽ, മധ്യത്തിൽ, ശിവലിംഗത്തിൽ 3.5 ചുറ്റുവളവിൽ ഒരു സർപ്പം ഉറങ്ങുന്നുവെന്നും അത് എങ്ങനെ ഉറങ്ങുന്നു? വായ്ക്കുള്ളിലാക്കി ഉറങ്ങുന്നു. ഇത് നിരന്തരമായ ധ്യാനത്തിലൂടെ അല്ലെങ്കിൽ യോഗയിലൂടെ, തന്ത്രശാസ്ത്രത്തിലും യോഗശാസ്ത്രത്തിലുമൊക്കെ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു എലാബറേഷൻ ഇതിനെക്കുറിച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് പോയാൽ ഒരുപാട് സമയം നമ്മളെടുക്കും. പക്ഷേ ചുരുക്കി ഞാൻ പറഞ്ഞു തരാം. ഈ തത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതൊരു ഭാവത്തെയും, ഏതൊരു ഈശ്വരമായിരിക്കുന്ന ഭാവത്തെയും, ഏതൊരു ഭാവത്തെയും തത് ത്വം, അത് നീയാകുന്നു എന്നുള്ള സങ്കല്പത്തിലേക്ക് ഉണർത്തുകയാണ്. ഇവിടെ സർപ്പൻറ്റ് എന്ന്, അതായത് സർപ്പതത്വം എന്നതിന് വരുമ്പോഴത്തേക്കിന് ഈ കുണ്ടലിനി ശക്തി ഈ 3.5 ചുറ്റു വളവിൽ വായ്ക്കുള്ളിൽ ആക്കി ഉറങ്ങുന്ന ഈ തത്വം, അത് ബോധോദയത്തോടുകൂടി ഉണർന്നിട്ട് അത് തൻ്റെ പ്രിയതമന് വേണ്ടിയിട്ട്, അതായത് ശിവതത്വമായിരിക്കുന്ന സഹസ്രാര ചക്രത്തിലിരിക്കുന്ന ആ ശിവതത്വവുമായിട്ട് ലീനത്വം വരാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സഞ്ചാരമാണ് ഈ സർപ്പൻറ്റ് പവർ എന്ന് നമ്മൾ പറയുന്നത്. കുണ്ടലിനി ശക്തി എന്ന് പറയുന്ന ശിവശക്തി സാമരസ്യം അതിൻ്റെ സഹസ്രാര ചക്രത്തിൽ എത്തുമ്പോൾ സംഭവിക്കുകയാണ്. അപ്പോൾ ഇതിനെ വെച്ചുകൊണ്ട് എനിക്ക് തോന്നുന്നു നാരായണ ഗുരുവിൻ്റെ കൃതിയാണെന്ന് തോന്നുന്നു, പാമ്പാട്ടി സിദ്ധരുടെ. നാരായണ ഗുരു ഒരു കൃതി ആടുപാമ്പ്, അത് പാമ്പാട്ടി ശ്രീനാരായണ ഗുരു ഇതിൽ നിന്ന് ഇൻസ്പയർഡ് എഴുതിയതാണ്. ശരി. അപ്പോൾ ഇത് വെച്ചിട്ട് ഉള്ള ദേവികയുടെ അവതരണം, ഗംഭീരമായ അവതരണം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ അവതരണത്തെക്കുറിച്ച് അയ്യോ, അതിനെക്കുറിച്ച് ഒരു വാക്കിലൊന്നും പറയാൻ പറ്റില്ല. അതിനെക്കുറിച്ച് പറയാനേ പറ്റില്ല. അതൊരു എക്സ്പീരിയൻസ്, അതാണ് സോൾ എക്സ്പീരിയൻസ്. ദാറ്റ് ഈസ് വൈ നമ്മുടെ ഇപ്പോൾ കമ്മിങ് ബാക്ക് ടു കാവലം സർ, കാവലം നാരായണ പണിക്കർ സർ ഇപ്പോൾ ഡ്രാമ നാടകങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്താ അദ്ദേഹത്തിൻ്റെ നാടകം അങ്ങനെ ആവുന്നത്? അദ്ദേഹം റിച്വൽസ് ഒരുപാട് റിച്വൽസിന് ഒരുപാട് പ്രാധാന്യം, അതറിയുന്നതിൻ്റെ ഒരു ഭാവം ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചോളം വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അതേപോലെ തന്നെയാണ് എന്നെ സംബന്ധിച്ചോളം ഈ റിച്വലും ട്രാൻസും ഒക്കെ അറിയാലോ. ഒരു ആർട്ടിസ്റ്റ് പകർന്നാട്ടം സമയം ക്യാരക്ടർ ആവുമ്പോൾ
ഈ ഒരു തരത്തിലുള്ള ഒരു ട്രാൻസിലേക്കാണ് പോകുന്നത്. ഐ എം സേയിങ് റിച്വലിസ്റ്റിക് ട്രാൻസ് മാത്രമല്ല, ആക്ടിങ്ങിൽ ഒരു ട്രാൻസ് ഉണ്ട്. ഇപ്പം ഞാൻ എപ്പോഴും വിചാരിക്കും, ഇപ്പം ഞാൻ പാർവതിയാണ് കാണിക്കുന്നത് വെച്ചാൽ എൻ്റെ ഒരു സ്വഭാവം മാറ്റിയിട്ട് ആ ഒരു ദിവ്യത്വം കൊണ്ടുവരണം. ഇനി പാർവതിയെ കാണിക്കുമ്പോൾ പാർവതി എന്താ പറയുന്നത്, ഹനുമാനെയാണ് കാണിക്കുന്നത് വെച്ചാൽ പാർവതി കാണിക്കുന്ന ഹനുമാനായിരിക്കും. അപ്പോൾ എന്നിട്ട് ആ ഹനുമാൻ വേറെ ആരെയാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഒരുപാട് ആദ്യം ഞാൻ പാർവതിയാകുമ്പോൾ ഞാൻ എൻ്റെ ഒരു സ്വഭാവത്തിൻ്റെ കോൺഫ്ലിക്റ്റ് നടത്തണം. എന്നിട്ട് ഐ എം ബീയിങ് ദാറ്റ്. പിന്നെ വെൻ ഐ എം ടേക്കിംഗ് ഓൺ അനദർ ക്യാരക്ടർ, അപ്പോൾ ബേസിക്കലി ഈ നമ്മുടെ ഉള്ളിലുള്ള റിയലിൻ്റെ കോൺഫ്ലിക്റ്റഡ് സ്റ്റേറ്റ്സ് ആണ് ട്രാൻസ് എന്ന് പറയുന്നത്. അത് തന്നെയാണ് ആക്ടിങ്ങും. അത് കാവലം സാർ പറയുന്നത്, എനിക്ക് അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ ഇത്തരം സംഭവങ്ങളിലാണ് ഞാൻ വളരെ മൂല്യം കൊടുക്കുന്നത്. അതിൽ നിന്നുള്ള ഊർജ്ജം ഉൾക്കൊണ്ടാണ് ഇങ്ങനെ എല്ലാം. അല്ലാണ്ട് ആക്ച്വലി സ്പീക്കിംഗ് ഞാൻ ഇന്ന പദ്ധതി എന്നോട് ഭയങ്കര ലിബറലായിരുന്നു സാറ്. എന്നോട് പറയും, ദേവിക ഇനിയിപ്പോൾ ഇത് ചെയ്താലും എന്താ വെച്ചാൽ എനിക്ക് വളരെ ഗഹനമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു പാഠപദ്ധതി അറിയുന്നതുകൊണ്ട് ഹീ സേസ്, ഞാൻ ഈവൻ കർണാടക സംഗീതം ചെയ്യുമ്പോൾ പോലും കറക്റ്റായി മാനിപ്പുലേറ്റ് ചെയ്യാൻ അറിയാൻ പറയും അതിൻ്റെ ആ ഒരു. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ ഒരു അനുഭവം ഇതാണ്, ദാറ്റ് ഈ ഇതൊരു ട്രാൻസ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ നമ്മൾ റിച്വൽസിനോട് അടുക്കുമ്പോൾ നമുക്ക് ഇതിനോടുള്ള ഒരു ഡെപ്തും കൂടും, ഒരു ജ്ഞാനം കൂടും. അത് സർപ്പതത്വത്തിനെ സംബന്ധിച്ചോളം ഒരു ഇൻറ്റ്യൂഷൻ വന്നതാണ്. അതാണ്, അവിടേക്കാണ് ഞാൻ വരുന്നത്. ശരിക്കും അത് ചെയ്യുന്ന സമയത്ത് ഈ ആ സോളിലേക്കുള്ള അതിൻ്റെ ഒരു സഞ്ചാരമുണ്ട്. ആ സമയത്ത് കൊടുത്ത ബോഡി ലാംഗ്വേജ്, അതുപോലെ നമ്മളിപ്പോൾ നാഗബന്ധം എന്ന് പറയുന്ന താളം, അതിനകത്തിൽ അനേകം ഇപ്പം മയൂരപാദം, കുക്കുടപാദം, അനേകം പാദങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പോലും ഈ നാഗബന്ധം എന്ന് പറയുന്ന ആ പാദം ചവിട്ടിയിട്ട് അതിലൊരു പരിക്രമണം നടക്കുന്നുണ്ട്, കളം മായ്ക്കുന്നുണ്ട്. ആ സമയത്തൊക്കെ ശരിക്കും പൂർണ്ണമായിട്ടും ഒരു ട്രാൻസ് നടന്നു ശരിക്കും. ഡെഫിനറ്റ്ലി. അതായത് നമ്മളിപ്പോൾ പല കളംപാട്ടുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ സാധാരണ റിച്വൽ ആയിട്ട് നടത്തുന്ന കളംപാട്ടുകളുണ്ട്. അതിനകത്തിൽ ഏതെങ്കിലും ഒരു സ്ത്രീ ആടിയുറഞ്ഞ് ഇതിലേക്ക് വന്നിരിക്കുന്നുണ്ട്. ആ സമയത്ത് അവരിൽ നടക്കുന്ന വലിയൊരു ട്രാൻസ് ഉണ്ട്. ഇപ്പോൾ ദേവിക ചെയ്തതിനകത്തിലും ഇതേ രീതിയിലൊരു ട്രാൻസ് സംഭവിച്ചോ എന്നുള്ളതാണ്. ഡെഫിനറ്റ്ലി സംഭവിച്ചു. അത് ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷെ എൻ്റെ അപ്രോച്ച് അങ്ങനെയായിരുന്നു ഈ സബ്ജക്റ്റിനോട് തന്നെ. ഞാൻ എപ്പോഴും പറയും, ആദ്യം അതിൻ്റെ മ്യൂസിക് ചെയ്യാനാണ് ഞാൻ നല്ല എന്താ പറയുക, വേറെ ഏതോ ഒരു സബ് കോൺഷ്യസ് സ്റ്റേറ്റിലായിരുന്നു ഞാൻ. അത് മുകേഷ് ചേട്ടനോട് ചോദിച്ചാൽ വ്യക്തമായിട്ട് പറയും. സോ ഇത് ചെയ്ത് ഞാൻ ആക്ച്വലി കുറേ ദിവസം വ്രതം എടുത്തിട്ടാണ് ഞാൻ ഇത് നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ക്യാമറ പേഴ്സണും രാജേഷ് കടമ്പ അതിൻ്റെ ഡയറക്ടറിനോടും പറഞ്ഞു. അവരും ഭയങ്കര അതുപോലെയുള്ളൊരു അപ്രോച്ച് ചെയ്തിട്ടുള്ള വ്യക്തിയായിരുന്നു. റിയൽ പുള്ളുവന്മാരെ കൊണ്ട് തന്നെ വരപ്പിക്കണം. അപ്പോൾ പുള്ളുവന്മാർ വന്നപ്പോൾ എന്ത് പറഞ്ഞു വെച്ചാൽ, അയ്യോ സിനിമാ നടൻ്റെ ഭാര്യ എന്ത് ഡാൻസ് ആണാവോ, നിങ്ങൾ എന്താണ് ഇതിൻ്റെ മുകളിൽ കളിക്കാൻ പോകുന്നത് ഒരു ചോദ്യം ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ നോക്കൂ, എന്തായാലും ഫസ്റ്റ് ഹാഫ് ഞാൻ എൻ്റെ ഡാൻസ് ചെയ്യും, സെക്കൻഡ് ഹാഫിലാണ് ഇത് വരയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഫസ്റ്റ് ഹാഫ് കാണുമ്പോൾ അറിയുമല്ലോ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല, വളരെ അങ്ങനെയൊന്നുമില്ല, അങ്ങനെ സിനിമ എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞു. സിനിമ മാത്രമല്ലല്ലോ, നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് തത് ത്വം, അത് നീയാകുന്നു. ശരിക്കും ഇപ്പം ദേവിക പറഞ്ഞല്ലോ, ദേവിക വ്രതമെടുത്ത് വ്രതശുദ്ധിയോടുകൂടി എത്രയോ നാളത്തെ ഒരു നിരീക്ഷണവും നമ്മുടെ ഒരു ധ്യാനവും അതിലുണ്ടായിരുന്നു. ആ ധ്യാനത്തിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റായിട്ട് അതിൻ്റെ ഒരു ഔട്ട്പുട്ടാണ് ശരിക്കും പറഞ്ഞാൽ സർപ്പതത്വം എന്ന് പറയുന്ന പെർഫോമൻസ്. നിങ്ങൾ ഓഡിയൻസ് അല്ലെങ്കിൽ ഈ മോഹിനിയാട്ടം കാണാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, അതിലെ പാദങ്ങളുടെ ചലനം തൊട്ട്
ആ പാദങ്ങളുടെ ചലനത്തിൽ നിന്ന് ഈ കളത്തിലേക്ക് കയറിയിട്ട് ഈ കളം മായ്ക്കുന്നിടം തൊട്ട് ആ ഒരാളിൽ സംഭവിച്ച ബോഡി ലാംഗ്വേജ് ഉണ്ട്, ആ ബോഡിയുടെ മൂവ്മെൻറ്റ്സ്, അതിൻ്റെ ചലനങ്ങൾ, അവിടെ തൊട്ട് കണ്ണുകൾ വരെ എത്തുന്ന അത് പക്ഷെ കാണുന്ന നമുക്ക് മനസ്സിലാവുന്നു ഈ ഇത്രയും രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്ക് അത് കടന്നു പോകുന്നുണ്ട്. അത് എല്ലാവരും അത് നോക്കി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അത് ഏകദേശം നമ്മൾ ഈ മുഖരാഗം എന്ന് പറയില്ലേ നാട്യശാസ്ത്രത്തിലൊരു, അപ്പോൾ ആക്ച്വലി നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഓരോ സ്റ്റേജസും ശരിക്കും താന്ത്രിക മുദ്രകൾ വെച്ചിട്ടാണ് ഇത് ഡിപിക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഹയർ ചക്രാസിൽ വരുമ്പോഴേക്കും നമ്മൾ LED സ്ക്രീനിലാണെങ്കിൽ ഫേസ് കളർ മാറുന്നത് കാണും. ഞാൻ ആ കളത്തിൽ നിൽക്കുമ്പോൾ നല്ല അത് നമുക്ക് എക്സ്പീരിയൻസ് ഒന്നും പറയാൻ പറ്റില്ല, പറയാൻ പാടുമെന്നും അറിഞ്ഞൂടാ, അതുകൊണ്ട് പറയുന്നില്ല. പക്ഷെ എനിക്ക് പിന്നെ എനിക്കൊന്നും അതാണ് മോഹിനിയാട്ടം. അതും നമ്മൾക്ക് മായച്ച ശീലമില്ലല്ലോ, ആദ്യമായിട്ട് മായ്ക്കണം. എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ പിന്നെ തീർന്നില്ലേ, 4 മണിക്കൂർ വരച്ച കളറാണോ. അതെ അതെ അതെ. അപ്പോൾ ഇതിനോട് ചേർന്ന് നിൽക്കുന്ന അടുത്തതാണ് നിറം പാടൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മോഹിനിയാട്ടത്തിലെ ഇത് തത്വവുമായിട്ട് നിറവും കൂടി സമന്വയിച്ചാണ്. പിന്നെ അതിനോടൊപ്പം തന്നെ എനിക്കൊന്ന് ജീവയും അതിൽ വന്നിട്ടുണ്ട്, അതിന്റെ അവസാനത്തെ ദ്രുതം. അതിന്റെ ഒരു ആക്ച്വലി ഇതൊന്നും ആലോചിച്ചിട്ട് ചെയ്തല്ല, പക്ഷെ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഉഷ പറഞ്ഞ നമ്മൾ ഇത്തരം ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്തതിൻ്റെ ഒക്കെ എവിടെയോ നമ്മുടെ സെൽ മെമ്മറിയിൽ കിടപ്പുണ്ട്. അതെ അതെ, അതാണ്. അതുകൊണ്ടായിരിക്കും അത്യന്ത വിളംബത്തിൽ തുടങ്ങി അത്യന്ത ദ്രുതത്തിൽ അവസാനിക്കുന്ന തരത്തിൽ. അല്ലാണ്ട് ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടില്ല. പക്ഷെ ഞാനത് ഒബ്സർവ് ചെയ്തതിന്നാണ് ഈ ശരിക്കും തത്വത്തിൽ തുടങ്ങി നിറത്തിലൂടെ ജീവ എന്ന് പറയുന്നത്. ജീവ ഇപ്പം നിറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ക്ഷേത്രങ്ങളിലും ഭദ്രകാളി പാട്ടുകൾ ഉണ്ടാകും, അതുപോലെ പിന്നെ സർപ്പ കളം വരച്ചിട്ട് അതിൻ്റെ പാട്ടുകളുണ്ട്, അതേപോലെ തന്നെ എന്താണ് വേട്ടയ്ക്കൊരു മകൻ, ഇത്തരത്തിലുള്ള കളം വരയ്ക്കലും പാട്ടുകളൊക്കെ അനവധി നടക്കും. ഈ സന്ദർഭത്തിൽ സോപാനത്തിൽ പാടുന്ന കൃതികളാണ് ശരിക്കും നിറം എന്ന് പറയുന്നത്. ഈ നിറം അതൊരു പ്രത്യേക രീതിയിലാണ്. നിറത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദേവതയുടെ പൂർണ്ണ രൂപം ആ കൃതിയിൽ ഉണ്ടാവണം, അതാണ് നിറം എന്ന് പറയുന്നത്. ആളുടെ അതായത് ഇതിനൊരു നിറം എന്ന് പറഞ്ഞുകൊണ്ട് പഞ്ചഭൂതാത്മക ായിട്ടുള്ള സൃഷ്ടിയാണ്. അതിൽ തന്നെ പറയുന്നുണ്ട് പഞ്ചീകരണം എന്ന് പറഞ്ഞിട്ടാണ്. അത് ശരിക്കും വേദാന്തികളുടെ ടെക്നിക്കൽ ടേമാണ്, വളരെ സാങ്കേതികമായ ശബ്ദമാണ്. അതായത് പഞ്ചമഹാഭൂതങ്ങളെ സമന്വയിപ്പിച്ച് നടത്തുന്ന ഒരു സൃഷ്ടി, ആ സൃഷ്ടിയുടെ പരമ നിലീനത്വമാണ് ശരിക്കും ഈ നിറം എന്ന് പറയുന്നതിലൂടെ. അപ്പോൾ ഇതിൽ ഏത് ദേവതാഭാവത്തിനെയും അത് നീയാകുന്നു എന്ന് സങ്കല്പിച്ചുകൊണ്ട് അതിൻ്റെ രൂപഭാവങ്ങളിലേക്ക് ഒരു ആർട്ടിസ്റ്റ് ഇറങ്ങി ചെന്നിട്ട് ആ ആർട്ടിസ്റ്റിൻ്റെ പെർഫോമൻസ് ആണ് അവിടെ. ഇനി ജീവ എന്ന് പറയുന്നത് ജീവ പരമാത്മ ഐക്യമാണ്. ശരിക്കും ഈ ജീവ എന്ന് പറയുന്ന ടേം എന്ന് പറയുന്ന പടയണി എന്ന് വന്നതാണ്. പടയണിയാണോ ഇതാണോ ആദ്യം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അത് കാലം തെളിയിക്കേണ്ട കാര്യമാകുമ്പോൾ നമുക്കതിൽ അറിഞ്ഞുകൂടെ. എങ്കിൽ തന്നെയും ഈ മൂന്നിൻ്റെയും കൂടെ ഒരു സമന്വയം ശരിക്കും പറഞ്ഞാൽ ഈ ദേവികയുടെ ആ സർപ്പ തത്വത്തിൽ ഞാൻ കണ്ടു. ഞാൻ ഒന്നിലധികം തവണ ഇതിട്ട് കണ്ടത് തന്നെ ശരിക്കും പറഞ്ഞാൽ ആ നിലീനത്വം, ആ അത്യന്ത വിളംബത്തിൽ തുടങ്ങി വിളംബത്തിലൂടെ മധ്യത്തിലൂടെ ദ്രുതത്തിലൂടെ ഇല്ലേ, അതിദ്രുതത്തിലൂടെ അത്യന്ത ദ്രുതത്തിലേക്ക് പോയി ആ കളം മായ്ക്കുന്ന ഏറ്റവും സ്പെഷ്യലായിട്ട് തോന്നിയത് ആ നാഗബന്ധത്തിലുള്ള ആ കാല് എങ്ങനെ ഇത്ര ബ്യൂട്ടിഫുൾ. ഇപ്പോൾ പറഞ്ഞു ട്രാൻസ് നടന്നു എന്ന് പറഞ്ഞു, പക്ഷെ അതിൽ ആ താളം, ആ കാലുകൊണ്ട് ആ കളം മായ്ക്കുന്നത് ബ്യൂട്ടിഫുൾ പെർഫോമൻസ് ആയിരുന്നു. ഇത്തരം ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇനി എന്താണ് ഈ ക്വാറന്റൈൻ ടൈമിൽ എന്താണ് ദേവിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ക്വാറന്റൈൻ ടൈമിൽ ആസ് ആൻ ആർട്ടിസ്റ്റ് എന്താണ് ശരിക്കും ദേവിക്ക് കൊടുക്കാനുള്ള നമ്മളെ സംബന്ധിച്ചോളം ക്വാറന്റൈനും ഒന്നും വലിയ പ്രശ്നമില്ലല്ലോ. നമ്മൾ ഇങ്ങനെ എല്ലാവരും ക്വാറന്റൈനിലാണ്. അല്ലെങ്കിലും ഇപ്പോൾ എപ്പോഴും അങ്ങനെ ഒരു സോഷ്യലൈസ് ചെയ്യുന്ന വ്യക്തി അല്ലല്ലോ ഞാൻ. നമ്മൾ അപ്പോഴും വീട്ടിലിരുന്ന് ഇത്തരം സംഭവങ്ങൾ ചിന്തിച്ച് പിന്നെ ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ച് കുറേ സാധനങ്ങളുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഞാൻ ഇനി ചിന്ത കുറച്ച് ഇത് ചെയ്തതിനെ ഒന്ന് ഡോക്യുമെന്റ് ചെയ്യാൻ നോക്കണം. എന്താ വെച്ചാൽ എന്താ അറിയോ, ഒരുപാട് നമ്മുടെ കോർപ്പസ് ഉണ്ട്. അപ്പോൾ എല്ലാം ഒന്നും ഇല്ലെങ്കിലും നമ്മൾ ഡോക്യുമെന്റ് ചെയ്യുന്നതിന് പബ്ലിക്കിന് വേണ്ടിയിട്ടായിരിക്കില്ല, നമ്മൾക്കും നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടും ഡോക്യുമെന്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ബിക്കോസ് ലൈക്ക് ഐ സെഡ്, ഓരോ സമയം കഴിയുമ്പോഴും നമുക്ക് അറിഞ്ഞുകൂടാ വാട്ട് ദ ഫ്യൂച്ചർ എന്നുള്ളത്. അത് പ്രാക്ടിക്കലായി ചിന്തിക്കുമ്പോൾ അപ്പോൾ ഇത്തരം ഇനി വർക്ക് ഡെഫിനറ്റ്ലി ഉണ്ട്. അതാ പറയണം, നമ്മൾ പഠിച്ചിരിക്കുന്ന നല്ല ഗുരുക്കന്മാരുടെ അടുത്തു നിന്നും ഈ പറയുന്ന കാവലം നാരായണ പണിക്കർ സാറിൻ്റെ ഒക്കെ സാന്നിധ്യം ഉള്ളതുകൊണ്ടായിരിക്കണം നമ്മൾ അറിയാണ്ട് തന്നെ സർപ്പതത്വം ശരിക്കും
അങ്ങനെ വരുന്നത്, അതെ, അങ്ങനെ വന്നത്. ഞാൻ അങ്ങനെ ചിന്തിച്ചില്ല, പക്ഷെ അതേപോലെ ഇനി പറഞ്ഞപ്പോഴാണ് എത്ര സൃഷ്ടികളാണ് ഇനി മനസ്സിൽ ഉണ്ട്. കരുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഉണ്ട്, അതുപോലെ തന്നെയുണ്ട്, അനേകം സൃഷ്ടികൾ ഉള്ളിലുണ്ട്. വരട്ടെ, കഴിഞ്ഞതും സൃഷ്ടിച്ച് കഴിഞ്ഞിട്ടും ഉണ്ട്. അപ്പം അതെല്ലാം ഇനി അതിൻ്റെ ആയിട്ടുള്ള രീതിയിൽ ദൈവം സഹായിച്ച് നമുക്ക് അവതരിപ്പിക്കാൻ സാധിക്കട്ടെ. ഇതിൻ്റെ എല്ലാം ഞാൻ പറയുന്നത്, എനിക്ക് ഒരു ദൂരെ നിന്ന് കലയെ നോക്കിക്കാണുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ, കലയെ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന, അതിൻ്റെ സബ്ജക്റ്റ് വൈസ് അതിൻ്റെ ആഴങ്ങളിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ. ആ ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, കൂടുതലായിട്ട് ഇതിൻ്റെ സകല സാങ്കേതിക വശങ്ങളെയും കേരളീയ താളപദ്ധതിയോടും കേരളത്തിൻ്റെ സോപാന ശൈലിയോടും ചേർന്ന് നിന്നുകൊണ്ട് ഇനിയുള്ള അവതരണങ്ങളെല്ലാം അത്തരത്തിൽ ചെയ്ത് അതിന് അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ കൃത്യമായിട്ട് അതിനൊരു പെഡഗോഗി, മറ്റൊരു തലത്തിൽ നിന്നുകൊണ്ട് അതിൻ്റെ പെഡഗോഗി തീർച്ചയായിട്ടും നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും. പക്ഷേ ഒരു കാര്യം പറയാം, വേറൊരു വലിയൊരു പ്രശ്നമുണ്ട്. നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാം. കമ്പോസേഴ്സ് എഴുതുന്നവർ നല്ലതാണോ? ഞാൻ പറയട്ടെ, അതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ എന്തുകൊണ്ട് മുത്തുസ്വാമി ദീക്ഷിതർ അടുത്ത് ചെയ്യുന്നു, ഞാൻ എന്തുകൊണ്ട് പാമ്പാട്ടി സിദ്ധർ അല്ലെങ്കിൽ വേറൊരു പണ്ടത്തെ ഒരു ട്രിനിറ്റീസ് അടുത്ത് ചെയ്യുന്നു? അവരിലുള്ള ഒരു നോളജ് ഭയങ്കര സംഭവമാണ്. അവരൊക്കെ ആ ഒരു തലത്തിൽ നിന്ന് എഴുതിയിട്ടുള്ള, അതായത് ഇതിൻ്റെ രചനയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇപ്പം എല്ലാവർക്കും എഴുതാൻ പറ്റില്ല. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, സംഗീതത്തിൽ ഒരു സംഗീത കൃതി ചെയ്യുക അല്ലെങ്കിൽ താളാത്മകമായ ഒരു രചന നടത്തുക എന്ന് വെച്ചാൽ അതിന് കൃത്യമായ സംഗീത ബോധമുള്ളിൽ വേണം, രംഗബോധമുള്ളിലുണ്ടാവണം, ഈ കലയെക്കുറിച്ചൊരു അവബോധം ഉണ്ടാകണം, ഈ താളത്തിൽ എവിടെയൊക്കെ അശബ്ദങ്ങൾ വരണം, എത്ര സർവ്വലഘുക്കളെ ചേർത്ത് വെക്കണം, അതിൽ എത്ര ലഘുക്കളെ മാറ്റണം. ഇത്തരത്തിൽ ഇപ്പം ഒരു ആർട്ടിസ്റ്റാ ചെയ്യുന്ന വെച്ചാൽ എഴുതുന്ന ആൾ വളരെ സ്പിരിച്വൽ ആയിരിക്കും. അതെ, വളരെ സ്പിരിച്വൽ, വളരെ എൻലൈറ്റഡ് ആയിട്ടുള്ള ഒരു തലത്തിൽ നിന്നുകൊണ്ട് മാത്രമേ ഇത്തരം രചനകൾ നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നത് വെറും ഇപ്പം മ്യൂസിക് ഇട്ടിട്ട് എഴുതാൻ പറ്റുന്ന ഒരു സാധനമല്ല മോഹിനിയാട്ടത്തിൻ്റെ രചന എന്ന് പറയുന്നത്. മോഹിനിയാട്ടത്തിന് അത്തരത്തിൽ ഇപ്പം കാവാലം സാറിനെ പോലെ സാധനയിൽ നിന്നുകൊണ്ട്, സാർ വളരെ സാധന സാധാ സാധനയിൽ നിന്നാണ് അത്തരം രചനകൾ. ഇപ്പം ഞാൻ കൂടെ ഇരുന്ന് എഴുതുന്ന സമയത്ത്, കാറിലൊക്കെ പോകുമ്പോൾ, ഡ്രൈവ് പോകുന്ന സമയത്ത് ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കും, സാറ് അടുത്ത സീറ്റിൽ ഇരുന്നിട്ട് സാർ എഴുതും. അപ്പം നമ്മളവിടെ അത് എങ്ങനെ ആ താളം അടിച്ചു കൊടുക്കണം, താളം അടിച്ചടിച്ചടിച്ചാണ് ഇത് എഴുതിക്കൊണ്ടിരിക്കുക. അപ്പം സൃഷ്ടി എന്ന് പറയുന്നത് ഒരു മൂലയിൽ ഇരുന്ന് മാത്രം എഴുതുന്നതല്ല. ഇനി എനിക്ക് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്, ഡ്രൈവ് ചെയ്തുകൊണ്ട് സാർ എഴുതും. അപ്പം ഞാനിരുന്ന് വിറച്ചിട്ടുണ്ട്, അയ്യോ ദേ സാറ് എഴുതാൻ തുടങ്ങുന്നു, ഒരു കൈ കൊണ്ട് എഴുതി വണ്ടി സ്റ്റിയറിംഗ് പിടിക്കുക. എത്രാമത്തെ വയസ്സിൽ? അറ്റ് ദ ഏജ് ഓഫ് 80s സാറ് ചെയ്ത കാര്യമാണ്. 80ാം പിറന്നാളിലൊക്കെ ഞങ്ങൾ പോകുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അതാ ലാസ്റ്റ് എനിക്ക് എഴുതിയത്, ഞാൻ തീം പറഞ്ഞു കൊടുത്തു ഫോണിൽ കൂടെ, അപ്പൊ തന്നെ ഫോണിൽ കൂടെയാണ് എഴുതിയത്. താളത്തിന്റെ ഒരു അഗ്രഗണ്യത. പക്ഷെ അതാണ് സാറിന് ഞാൻ എപ്പോഴും പറയുമായിരുന്നു, സാർ മെല്ലെ അടിസ്ഥാനമായിട്ട് ഓരോ കാര്യങ്ങളൊന്ന് ജസ്റ്റ് പബ്ലിഷ് ചെയ്ത് വരും. സാറിൻ്റെ കൂടെ ഒരു നല്ലൊരു വർക്ക് നടന്നിരുന്നു, നാട്യശാസ്ത്രത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ചാരീസ് സംസ്കൃതത്തിൽ സാർ പറയും. അതിൻ്റെ ഒരുപാട് പേര് ചെയ്ത്, പക്ഷെ അന്നത്തെ കാലത്ത് തിയേറ്ററിക്കൽ മൂവ്മെൻറ്റ്സിന് സഹജമായിട്ടുള്ള ഒരു പെർട്ടിക്കുലർ മൂവ്മെൻറ്റ് പാറ്റേൺ വിത്ത് ചൊല്ല് ഞാനും സാറും ആയി ചെയ്തിരുന്നു. അത് പക്ഷേ അത് ഡോക്യുമെന്റ് ചെയ്തത് കാണാനില്ല. വലിയൊരു ലോസായി കിടക്കുന്ന ഒരു സാധനമാണ്. സോ ദാറ്റ് വാസ് ഒരു വലിയൊരു നമുക്ക് ഇനി അതിന്റെ ലിറിക്സോ അങ്ങനെ എന്തെങ്കിലും ഒന്നുമില്ല. അന്ന് എനിക്ക് ഇത്ര ബോധവുമില്ലല്ലോ, അപ്പം ഞാനും ഒന്നും റെക്കോർഡൊന്നും ചെയ്തിട്ടില്ല. അപ്പം ജസ്റ്റ് നമ്മൾ പ്രാക്ടിക്കലായിട്ട് അപ്പോൾ സാർ പറയും സംസ്കൃതത്തിൽ അത്, അപ്പോൾ ഞാൻ അതിൻ്റെ രീതിയിൽ മൂവ് ചെയ്യും. കൂടെ അവരുടെ തിയേറ്റർ ആർട്ടിസ്റ്റും ഉണ്ടായിരുന്നു, അവർക്ക് വേണ്ടിയിട്ട് കൂടെ ആയിരുന്നു. അപ്പോൾ നമുക്ക് പിന്നെ ഒരു ഡാൻസും കൂടെ ഉള്ളതുകൊണ്ട്, ഇപ്പോൾ നമ്മളിപ്പോൾ ഡോക്ടർ പത്മ സുബ്രഹ്മണ്യൻ അവരുടെ കുറേ അതുപോലെ ആയിരുന്നില്ല. ഇത് ടിപ്പിക്കൽ നമ്മുടെ, എന്നാലൊട്ട് അതിൻ്റെ വേറെ കോണ്ടെക്സ്റ്റുള്ള രീതിയിലൊക്കെ ആയിരുന്നു. അത് അതിൻ്റെ ആയിട്ടുള്ള കുറേ ചൊല്ലുകളും താളരീതിയിലും ഒക്കെ ചെയ്ത് അത് ഡോക്യുമെന്റ് ചെയ്തത് നോബഡി നോസ് വെയർ ഇറ്റ് ഈസ്. ദാറ്റ് വുഡ് ഹാവ് ബീൻ എ ഗ്രേറ്റ് വർക്ക്. പിന്നെ മിസ് ചെയ്തത് മിസ്സിങ് തന്നെയാണ്, അതിനകത്തിൽ തിരിച്ചു കൊണ്ടുവരിക. അപ്പം നമുക്ക് ഇനി ദേവികയുടെ ഒരു പെർഫോമൻസ് കാണാം എന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം അപ്പോൾ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഈ ക്വാറന്റൈൻ ടൈമിൽ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്, അത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനെ ബേസ് ചെയ്ത് അടുത്ത ചോദ്യം ചോദിക്കാം. അപ്പം മൈക്ക് വീണ്ടും മൈക്കൊന്ന് മാറ്റിയിട്ട് ആണോ? മൈക്കൊന്ന് മാറ്റിയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതോ അത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ 1-2 ആൻസർ ചെയ്ത്
ലാസ്റ്റ് ചെയ്യാം. ലാസ്റ്റിൽ ചെയ്യാം. അപ്പോൾ എനിക്ക് ഇനി ചോദിക്കാനുള്ളത് നമുക്ക് ക്വസ്റ്റ്യൻസ് ദേവികയിൽ നിന്നും കൂടുതൽ കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. എന്താണ് ദേവികയ്ക്ക് കൂടുതലായിട്ട് ഇനി മോഹിനിയാട്ടത്തെ പറ്റി പറയാനുള്ളത്? അയ്യോ, ഇതൊക്കെ തന്നെ. എന്താ പറയാനുള്ളത്? വേറെ ചോദ്യം. അതായത് ഇത് തത്വത്തിനെ കുറിച്ച് പറഞ്ഞപ്പോഴേ നമ്മളെപ്പോഴും ഇപ്പോൾ ട്രാൻസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഉള്ളിലുള്ള നമ്മൾ അറിയാത്ത നമ്മുടെ മനസ്സിലുള്ള നമ്മുടെ മൈൻഡിലുള്ള ഗുഹ്യമായിട്ടുള്ള ഇടങ്ങൾ, ആ ഇടങ്ങളിലേക്ക് നമ്മുടെ മൈൻഡ് എങ്ങനെയാണോ അതിനെ അപ്രോച്ച് ചെയ്യുന്നതെന്നാണ് ശരിക്കും നമ്മുടെ ട്രാൻസ് സ്റ്റഡീസിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും നമ്മൾ ഈ ഡ്രംസ്, പ്രത്യേകിച്ച് ഈ കേരള പെർക്കഷന് ഇത്തരം ട്രാൻസ് ഇൻഡ്യൂസ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ട്. സോ അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു മോഹിനിയാട്ടമോ കഥകളിയോ കൂടിയാട്ടമോ ആൻഡ് മോഹിനിയാട്ടം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആ തനതായിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് വരുമ്പോഴേക്കും നമുക്ക് അതിനോടുള്ള ഒരു അറ്റ് എ പോയിന്റ് നമുക്ക് ഭയങ്കര ഒരു ഇൻവോൾവ്മെൻറ്റ് എന്നെ സംബന്ധിച്ചോളം എനിക്ക് തോന്നാറുണ്ട്. ഇത് തന്നെയാണ് എനിക്ക് പെർക്കഷൻ അല്ലെങ്കിൽ ഡ്രം ഇൻഡ്യൂസ്ഡ് ട്രാൻസസ് ഉണ്ട്. സോ അതൊക്കെയാണ് നമ്മൾ ശരിക്കും. പിന്നെ ഇതിൻ്റെ ഒരു പേസ്, ഐ തിങ്ക് മോഹിനിയാട്ടം ആസ് എൻ ആർട്ട് ഫോം ഇത് ഈ സ്ലോ പേസ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആക്ച്വലി ക്യാരക്ടേഴ്സിലേക്ക് എത്തിച്ചെല്ലാനും അതിനെ നമുക്ക് വളരെ ഭംഗിയായിട്ട് പോർട്രേ ചെയ്യാനും ഒക്കെ നമുക്ക് പറ്റും. ഒട്ടും ഹറിഡ് അല്ലാത്തൊരു ഡാൻസ് ഫോം ആയതുകൊണ്ട് ഇറ്റ് ഈസ് ആക്ച്വലി ഇറ്റ് ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി. ഇന്ന് പലപ്പോഴും പലവർക്കും ഇപ്പോൾ ഒരു ഭയങ്കര ഫാസ്റ്റായിട്ടുള്ളൊരു സാധനം കാണാൻ താല്പര്യമാണ്, അല്ലെങ്കിൽ ബട്ട് അറ്റ് ദ സെയിം ടൈം ഈ ഒരു ആർട്ട് ഫോം എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ഒരുപാട് വ്യൂവർഷിപ്പോ കിട്ടിക്കോളണം എന്നില്ല. പക്ഷേ ഈ ഒരു ആർട്ട് ഫോമിനെ സംബന്ധിച്ചോളം ഇതിൻ്റെ ഐ തിങ്ക് മോഹിനിയാട്ടം അതിൻ്റെ എക്സ്പീരിയൻസ് തന്നെയാണ്. പക്ഷെ ആ എക്സ്പീരിയൻസിന് എനിക്ക് തോന്നുന്നു ആ പഠനം എന്നുള്ളൊരു പ്രക്രിയ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രക്രിയയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും കോണ്ടെക്സ്ച്വലായി ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ പഠിച്ചതിൻ്റെ ബേസിസിൽ നിന്നാണ് നമ്മൾ ശരിക്കും ആ പഠിച്ചത് വളരെ സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് ഏത് ദിശയിലേക്ക് വേണമെങ്കിലും അതിനെ റീഡയറക്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ജസ്റ്റ് ലൈക്ക് ഇപ്പോൾ ഇന്നിപ്പോൾ കൊറോണ കാലം അവർ എങ്ങനെയാണ് വാക്സിനേഷൻ ഉണ്ടാക്കാൻ പോകുന്നത്? വാക്സിനേഷൻ അവർ നോളജിൽ നിന്ന് പെട്ടെന്ന് വരുന്നതല്ലല്ലോ. ഒരു മെഡിക്കൽ അതിൻ്റെ ആയിട്ടുള്ള സയൻറ്റിസ്റ്റും ടെക്നീഷ്യൻസും ഒക്കെ അവർ അടിസ്ഥാനമായിട്ടുള്ള ഒരു നോളജിനെ ബേസ് ചെയ്ത് ഇങ്ങനെ ഒരു സാധനം വരയ്ക്കുമ്പോൾ അത് ആ നോളജ് അപ്ലൈ ചെയ്യണം. അതുപോലെ തന്നെയാണ് നമ്മൾ അടിസ്ഥാനമായി പഠിച്ചു കഴിഞ്ഞാൽ ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പോഴോ അല്ലെങ്കിൽ കോണ്ടെക്സ്ച്വലായി നമുക്ക് കണ്ടംപററി ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഒരുപാട് ഞാൻ ആ കൊറോണയുടെ കാര്യം ചെയ്തുല്ലോ, അതൊരിക്കലും മോഹിനിയാട്ടമായിരുന്നില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചോളം അതിന് നല്ലൊരു ബേസ് ഉണ്ടായിരുന്നു. അത് ഞാൻ കൃത്യമായി താപത്രയ എന്നുള്ളതിൻ്റെ ആ കോൺസെപ്റ്റ് എടുത്തിട്ടാണ് ചെയ്തത്. ഇവിടെ കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു, വളരെ നന്നാവുന്നുണ്ട്. ഭാവുകങ്ങൾ അറിയിച്ചുകൊണ്ട് ഒരു കൃഷ്ണദാസ് ശൈലജ തൃപ്പൂണിത്തറയിൽ നിന്നും, അതുപോലെ വിനീത് ഭട്ട് എന്ന് പറയുന്ന ആള്, അദ്ദേഹം പ്രോഗ്രാം വളരെ മനോഹരമായിട്ടുണ്ട്. അതുപോലെ സർപ്പസുന്ദരി എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്, സർപ്പതത്വം. പിന്നെ ഇവിടെ ഒരു ലാസ്യഭാവത്തിനാണ് കൂടുതൽ പ്രാധാന്യമെന്ന് കരുതപ്പെടുന്നു. ഇതര ഭാവങ്ങളും ഉണ്ട്. അതിനെക്കുറിച്ചൊന്ന് പറയാനായിട്ട് ശോഭ ആവശ്യപ്പെട്ടിരിക്കുന്നു. അത് നല്ല ക്വസ്റ്റ്യൻ ആണ്. ആക്ച്വലി ലാസ്യം എന്ന് പറയുന്ന ടേം ഇത്രയും മിസ്അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ളൊരു ടേം ഇല്ല. അതിനെക്കുറിച്ച് ആക്ച്വലി ഒരു സെപ്പറേറ്റ് ഒരു 1.5-2 മണിക്കൂർ സെഷൻ വേണ്ടി വരും. ആക്ച്വലി വാട്ട് ഈസ് ലാസ്യം? ഇതിൽ തന്നെ ഇതിലെ എല്ലാ ടേമുകളും ഒരുപാട് സമയം വേണ്ടുന്നതാണ്. അതെ, ഇപ്പം ഇപ്പം നമ്മൾ തത്വത്തിനെ കുറിച്ച് പറഞ്ഞ പോലെ ഞാൻ അടിസ്ഥാനമായി പഠിച്ചിട്ടുള്ള ഗ്രന്ഥം നാട്യശാസ്ത്രം തന്നെയാണ്. അപ്പം ഞാനിപ്പോഴും നാട്യശാസ്ത്രത്തിലൂടെ എന്നെ ഞാൻ ചിന്തിക്കാറുള്ളൂ. അപ്പോൾ നാട്യശാസ്ത്രത്തിനെ സംബന്ധിച്ചോളം ലാസ്യം എന്നുള്ള ഒരു വാക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ആസ്പെക്റ്റിലേ അല്ല വരുന്നത്.
ഗ്രേസിലേ അല്ല വരുന്നത്. അത് എനിക്ക് തോന്നുന്നു ഒരു 19th ചാപ്റ്ററിൽ ഒരു പെർട്ടിക്കുലർ സോളോ ഡ്രമാറ്റിക് ടൈപ്പ് ഭണിക്ക അല്ലെങ്കിൽ ഭാണ എന്നുള്ള രീതിയിലും പിന്നെ 10 ലാസ്യാംഗങ്ങൾ, അതായത് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഡ്രമാറ്റിക് മൂമെൻറ്റ്സ്. പിന്നെ വരുന്നത് ഒരു താളത്തിനെ കുറിച്ച് പറയുമ്പോഴും വരുന്നുണ്ട്. പിന്നെ പറയുന്നത് ഈ അതായത് സ്ത്രീയുടെയും പുരുഷൻ്റെയും ഇമോഷൻസ് വരുന്ന സമയത്ത് ചെയ്യുന്നത് ലാസ്യത്തിലൂടെയാണ്. പക്ഷെ അതൊരു ടെക്നീക്കായിട്ടല്ല പറയുന്നത്. ഇവിടെ ഒരു ചോദ്യമുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടത്. മോഹിനിയാട്ടം പുരുഷന്മാർ ചെയ്യുന്നതിനോട് എന്താണ് അഭിപ്രായം എന്നൊരു ചോദ്യമുണ്ട്. എനിക്ക് നല്ല അഭിപ്രായമാണ്. അതായത് ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് പറയാം, അടിസ്ഥാനമായിട്ടുള്ള ഗ്രന്ഥം നാട്യശാസ്ത്രത്തിൽ ഞാൻ കുറച്ച് സമയം എടുത്ത് പറയണേ. നൃത്തം എന്നുള്ള വാക്ക് വളരെ പെർട്ടിക്കുലറാണ് നാട്യശാസ്ത്രത്തിനെ സംബന്ധിച്ചോളം. ആ നൃത്തം എന്ന് പറയുന്ന ഒരു സെൽഫ് സബ്സിസ്റ്റിംഗ്, ഒരു പ്രത്യേക മീനിങ്ങോ ഒന്നുമില്ലാണ്ട് ചെയ്യുന്ന ഡാൻസിനും ഡ്രാമയ്ക്ക് മുമ്പ് പൂർവരംഗം സമയത്ത് ചെയ്യുന്ന കുറേ മൂവ്മെൻറ്റ്സ്, അതിന് പ്രത്യേക മീനിങ് ഒന്നുമില്ല. ഇതിന് 2 രീതിയിലായി ഡിമാർക്കേറ്റ് ചെയ്തിരിക്കുന്നു. ഒന്ന് പരമശിവൻ താണ്ഡുവിന് പഠിപ്പിച്ചു കൊടുക്കുന്ന താണ്ഡവം, പിന്നെ പാർവതി അത് ഏറ്റ് ചെയ്ത് സുകുമാര പ്രയോഗം. അപ്പോൾ അത് ലാസ്യം എന്നല്ല പറയുന്നത്. ഈ താണ്ഡവം എന്ന് പറയുന്നത് ശരിക്കും ശൈലിയെക്കാട്ടിലും അതിൻ്റെ പേർപ്പസാണ്. അതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് വളരെ എസോട്ടറിക്കും റിച്വലിസ്റ്റിക്കുമാണ്. ഇപ്പോൾ നമ്മൾ ശിവൻ കളിക്കുന്നു, അതിൽ ഇമോഷൻ ഉണ്ടോ ചോദിച്ചാൽ ശിവനാണ് ഏറ്റവും വലിയ ഇമോഷൻ. നമ്മൾക്ക് അവിടെ ഇമോഷൻ ശിവൻ ഇമിറ്റേറ്റ് ചെയ്യാനോ അനുകരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതെന്താണോ അത് ഏറ്റവും ഒരു കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന രീതിയിലാണ് ശരിക്കും. അപ്പോൾ ദേവസ്തുതി എന്നുള്ള രീതിയിലാണ് താണ്ഡവത്തിനെ പറഞ്ഞിരിക്കുന്നത്. സുകുമാര പ്രയോഗമോ അത് ആ താണ്ഡവത്തിൻ്റെ തന്നെ ഒരു ഡെലിക്കറ്റ് ലളിത ആപ്ലിക്കേഷനായിട്ടാണ് സുകുമാര പ്രയോഗം ചെയ്യുന്ന പാർവതി. പിന്നീട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൽ നമുക്ക് ഹ്യൂമൻ ഇമോഷൻസ്, നമ്മളിപ്പോൾ ഗോഡ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്, ഹ്യൂമൻ ഇമോഷൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കൂടെ പറ്റുന്ന ഒരു തരം ടെക്നീക്ക് അല്ലെങ്കിൽ പേർപ്പസ്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? പാർവതിയാൽ ഉത്ഭവിച്ച, പാർവതിയിലാണ് ഇത് കിടക്കുന്നത്. ഷീ ഈസ് ഡെലിവറിങ് ദിസ് ടെക്നീക്ക്. അത് അപ്പം ആ സുകുമാര പ്രയോഗം സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ചെയ്യാം. അത് ഹ്യൂമൻ ഇമോഷൻസിനെ സംബന്ധിച്ചിട്ടുള്ള. അപ്പം നമ്മളിത് ഫിലോസഫിക്കലായി നോക്കിക്കഴിഞ്ഞാലും അത് തന്നെയാണ് ശിവാസ് കോൺഷ്യസ്നെസ് അല്ലേ. അത് വളരെ എസോട്ടറിക്കായി ദ മൊമെൻറ്റ് നമ്മൾ പ്രകൃതി പറയുമ്പോഴേക്കും ഇല്യൂഷനായി, ഇമോഷൻസായി, എല്ലാമായി. അത് തന്നെയാണ് സുകുമാര പ്രയോഗം എന്ന്. പിന്നീട് ശരിക്കും നമുക്ക് വിഷ്ണു ധർമ്മോത്തര പുരാണയല്ലേ നെക്സ്റ്റ് വരുന്നത്. അഭിനവഗുപ്തൻ അതിനു മുമ്പ് വിഷ്ണു ധർമ്മോത്തര പുരാണം വന്നപ്പോഴേക്കും ലാസ്യ എന്നുള്ള ആസ്പെക്റ്റ് ഡാൻസ് എന്നുള്ള രീതിയിൽ തന്നെ വന്ന് കഴിഞ്ഞു. ഡെലിക്കറ്റ് ഡാൻസ് അല്ലെങ്കിൽ ഗ്രേസ്ഫുൾ ഡാൻസ്. പിന്നീട് ശരിക്കും സോളോ ഡാൻസ് എന്നുള്ള രീതിയിലും അത് പല ഗ്രന്ഥങ്ങളിലായി വരുന്നുണ്ട്. പക്ഷെ സംഗീത രത്നാകര ഒക്കെ വരുമ്പോഴാണ് ഇത് ശരിക്കും ഒരു ഗ്രേസ്ഫുൾ സ്റ്റൈൽ ആയി മാറണം, ഡൺ ബൈ വിമൻ. പക്ഷേ ഒരവിടെയും ദിസ് ഈസ് ഓൺലി ഡൺ ബൈ വിമൻ എന്നും നമുക്ക് പറയാനൊന്നും പറ്റില്ല. പ്രത്യേകിച്ച് ഇപ്പം ഞാൻ നാട്യശാസ്ത്രം ഫോളോ ചെയ്യുന്ന വെച്ചാൽ അതേപോലെ തന്നെ ഇപ്പോൾ ദേവസ്തുതി താണ്ഡവത്തിൽ അത് സ്ത്രീകൾക്കും ചെയ്യാലോ. ലാസ്യത്തിൽ അപ്പം നമ്മൾ സോ കോൾ ലാസ്യാലാണെങ്കിൽ താണ്ഡവം ലാസ്യത്തിൽ ചെയ്തുകൂടെ. സോ ഇതൊരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നീക്കാണ്. നമ്മൾ നാട്യശാസ്ത്രത്തിൻ്റെ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇത് രണ്ടിനും ബന്ധമില്ലാണ്ട് കിടക്കുന്നതാണ്. പക്ഷെ പിന്നീടുള്ള ടെക്സ്റ്റിൽ താണ്ഡവത്തിൻ്റെ തന്നെ കോംപ്ലിമെൻ്ററി ആയിട്ട് ലാസ്യം വരുന്നു എന്നേ ഉള്ളൂ. അത് ജെൻഡർ പാർവതി എന്നുള്ളത് ഗോഡസ് ഒരു എനർജിയാണ്, ഒരിക്കലും അവർ ജെൻഡറായിട്ടല്ല കണക്കാക്കുന്നത്. ശരി, അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ജയന്ത് ജയപ്രകാശ് ചോദിക്കുന്നു, മോർ അബൌട്ട് ദ ഡാൻസ് ഫോം ആൻഡ് ഇന്നർ എനർജി മാനിപ്പുലേഷൻ ടു ഹീൽ ആൻഡ് ക്രിയേറ്റ്. അതെ, എനർജി മാനിപ്പുലേഷൻ എന്നെ സംബന്ധിച്ചുള്ള ഈ ഡാൻസ് ഫോംസ് ഒക്കെ വെറും എനർജി മാനിപ്പുലേഷൻസ് ആണ്. ഓരോ കാലഘട്ടത്തിൽ ഓരോ ആൾക്കാർ കൊടുത്ത പേരുകളും. നമുക്ക് 2 കൈ 2 കാലുകൾ, ഈ ബോഡി വെച്ച് നമ്മൾക്ക് ചെയ്യുന്നത് എന്താണോ അത് ഇസഡോറ ഡങ്കൻ പറയും. ഷീ ഈസ് എ വെരി ഫേമസ് ഡാൻസർ. അവർ പറയും
If you can't experience various energies, then you are a big loser. What have you danced? You will die. വേറൊരു വലിയൊരാൾ പറയണ്ട, I don't want to die with the music in my mind, അല്ലേ, with my music inside, I don't want to die. അപ്പോൾ നമുക്ക് അതിനുള്ളൊരു കഴിവുണ്ടെങ്കിൽ നമ്മളെല്ലാം കളിച്ചിരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ അതിൻ്റെ അർത്ഥം നമ്മൾ ഒരു ട്രഡിഷൻ നമ്മൾ അപ്ഹോൾഡ് ചെയ്യുമ്പോൾ അതിന് അതിൻ്റെ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസും സീരിയസ്നെസ്സും കൊടുക്കണം. എന്താ വെച്ചാൽ അത് ഒരുപാട് പേരുടെ കോൺട്രിബ്യൂഷനായി കൾമിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു സമ്പ്രദായമാണ്. അപ്പോൾ നമ്മൾ അത് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുത്ത് ചെയ്യാം. എക്സ്പെരിമെൻറ്റ് ചെയ്യേണ്ടതെന്നല്ല, പക്ഷെ നമ്മൾ ചെയ്യുന്ന സാധനം ആവുന്നതും ഡിസ്റ്റോർട്ട് ചെയ്യാണ്ട് ചെയ്യുക. അപ്പോൾ ഈ മോഹിനിയാട്ടത്തിനെ സംബന്ധിച്ചോളം ഇതൊരു വേറൊരു എനർജിയാണ്. ഭരതനാട്യം എന്ന് പറയുന്നത് വേറൊരു എനർജിയാണ്. ഇപ്പോൾ ഒരു വേഷം, വെറും ഒരു സാരി ഉടുത്ത് ഒരു ഫോറിനറാണ് ഇത് നോക്കുന്നത് വെച്ചാൽ ഇദ്ദേഹത്തിന് കഥക്കും മോഹിനിയാട്ടം ഭരതനാട്യം കുച്ചിപ്പുടിയൊക്കെ ഒരുപോലെ തോന്നും. പക്ഷേ നമ്മളെ സംബന്ധിച്ചോളം വേഷം, പിന്നെ നമുക്ക് ഒരുപാട് ന്യൂആൻസസ് ഇതിനെക്കുറിച്ച് അറിയാം. അപ്പോൾ ഈ ഒരു റീജിയണലിസവും അതിൻ്റെ ലിറ്ററേച്ചറും പിന്നെ ചില പറയുന്ന റീജിയണൽ പ്രാക്ടീസസ്, ഫോക്ലോസ്, മ്യൂസിക്, ഈ റീജിയണൽ ആസ്പെക്റ്റ് വരുമ്പോഴാണ് ഇതിനൊക്കെ വേറെ വേറെ സ്വഭാവമായി മാറുന്നത്. ആൻഡ് അതൊരു കണക്കിന് നല്ലതാണ്. എന്താ വെച്ചാൽ അത് ഒരു ആർട്ട് ഫോമിനെ നമ്മൾ ശരിക്കും ഒരു കുറേ റൂൾസ് കൊടുത്ത് അതിനെ ക്രിസ്റ്റലൈസ് ചെയ്ത് അതിനെ ബ്യൂട്ടിഫൈ ചെയ്ത് അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ലൈനേജ് അല്ലെങ്കിൽ ഡിസെൻഡൻസ് ഓഫ് സ്റ്റുഡൻസ് ഉണ്ടാക്കാൻ എളുപ്പമാണ്. മറ്റേത് നമ്മൾ എന്ത് ചെയ്താലും അത് സ്കാറ്റേഡായി കിടക്കും. ഞാൻ ഇത്തരം എക്സ്പെരിമെൻറ്റേഷൻസ് ചെയ്താലും ഞാൻ കുട്ടികൾക്ക് ഇതിൽ ഒരിക്കലും മോട്ടിവേറ്റ് ചെയ്യില്ല. ഞാൻ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അടിസ്ഥാനമായിട്ടുള്ള ആ അടവുകളും ചിട്ടയും ആ ഒരു പാറ്റേണിൽ മാത്രമേ നമ്മൾ പഠിപ്പിക്കുള്ളൂ. പിന്നീട് ലെറ്റ് ദം മൂവ്, അത്രേ ഉള്ളൂ. ഒരുപാട് പേരുടെ അപ്രീസിയേഷൻ വന്നിട്ടുണ്ട് ഈ ഒരു സെഗ്മെന്റിന്. ഇനി ചോദ്യങ്ങൾ, വ്യക്തിപരമായിട്ടുള്ള ചോദ്യങ്ങളും കൂടി അവർ ചോദിക്കുന്നുണ്ട്. പിന്നെ ആദ്യത്തെ അരങ്ങേറ്റം എവിടെയായിരുന്നു, അതിന്റെ വേദി സ്ഥലമൊക്കെ ചോദിച്ചിരിക്കുന്നു. പിന്നെ കർണാടകത്തിലെയും കേരളത്തിലെയും വേദികളിലുള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ ശാലിനി ഹരികുമാറാണ് കർണാടകത്തിലെയും കേരളത്തിലെയും എക്സ്പീരിയൻസ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കേരളത്തിലെയും കർണാടകത്തെയും എക്സ്പീരിയൻസ് ഒക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ അരങ്ങേറ്റം എവിടെയായിരുന്നു, പിന്നെ ഇതിലേക്ക് താല്പര്യം വന്നത് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നു. എനിക്ക് ഓർമ്മയില്ല ആക്ച്വലി. ഞാൻ എൻ്റെ കസിൻ്റെ ഒരു അരങ്ങേറ്റം കാണാൻ പോയതാണ്. എനിക്കന്ന് 3 വയസ്സ്. അപ്പോൾ ഞാൻ സ്റ്റേജിൻ്റെ പിന്നാലെ പോയി. ആലത്തൂർ അവിടുത്തെ സീതാരാമ കല്യാണ മണ്ഡപത്തിലാണ് നടക്കുന്നത്. വേദങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമാട്ടോ. അപ്പോൾ ഇവരുടെ അരങ്ങേറ്റത്തിന് കാണാൻ പോയി. ഞാൻ ബാക്ക് സ്റ്റേജിൽ കൗതുകത്തോടെ ഇവരെ നോക്കി. അമ്മയും അച്ഛനും അമ്മൂമ്മയൊക്കെ ഓഡിയൻസിൻ്റെ ഇടയിലിരുന്നു. അപ്പോൾ ഇവരുടെ ഒരു 2 ഡാൻസ് കഴിഞ്ഞ് ഡ്രസ്സ് മാറ്റണം. അപ്പോൾ ഇവരുടെ ടീച്ചർ വിചാരിച്ചു ഈ ഡ്രസ്സ് മാറ്റാൻ എന്തായാലും 10 മിനിറ്റ് എടുക്കുമല്ലോ. അപ്പോൾ അവരെന്നെ നോക്കി. എന്നെ നോക്കുമ്പോൾ ചെറിയൊരു സാധനം നിൽക്കുന്നു. അപ്പോൾ എന്നാൽ പിന്നെ ഒന്ന് കൃഷ്ണവേഷം കെട്ടിച്ചാലോ വെച്ച് അപ്പം തന്നെ ഞാൻ എൻ്റെ ഫ്രോക്കൊക്കെ അഴിച്ചൊരു ധോത്തി കെട്ടി എന്നെ കൃഷ്ണനായിട്ട് സ്റ്റേജിൽ കയറ്റി. എന്നിട്ട് ഈ കുട്ടിയുടെ ഡ്രസ്സ് മാറ്റാണ്. സ്റ്റേജിൽ കയറ്റിയപ്പോൾ അമ്മയും അമ്മൂമ്മ ഈ കുട്ടിയെ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. സംഭവം ഞാനാണോ? എന്നിട്ട് ഞാൻ അവിടെ നിന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു മുത്തു കൊണ്ടുള്ള പാദസര അവരിട്ടിരിക്കുന്നത്. ജസ്റ്റ് ചുമ്മാ കെട്ടിയെന്നേ ഉള്ളൂ. ഞാൻ ടാബ്ലോ പോലെ നിന്നാൽ മതി. ഫ്ലൂട്ടും തന്നിട്ടുണ്ട്. അപ്പം നിന്നു. എന്നിട്ട് സൈഡിൽ അവർ ശ്ലോകം പാടുകയാണ്. ഞാൻ സൈഡിൽ മൃദംഗിസ്റ്റിനോട് വായിക്കാൻ പറയണ്ടേ, ഇവിടെ ഋതമില്ല. എന്നിട്ട് അദ്ദേഹം വായിച്ച് ഞാൻ എന്തോ കളിച്ച് ആ താഴത്തെ ആ ടാർപോളാണോ തോന്നുന്നു, അതിൽ ഈ സാധനം കുടുങ്ങി. ഞാൻ അങ്ങനെ നിന്നു. അതാണ് എൻ്റെ മെമ്മറിത്തെ ഫസ്റ്റ് സ്റ്റേജ്. പിന്നെയാണ് എന്നെ ഡാൻസിൽ അമ്മ ചേർത്തിയത്. അത് ഭാഗവത മേളനാടക സമ്പ്രദായത്തിൻ്റെ ഏറ്റവും വലിയ ആചാര്യനായിട്ടുള്ള ശ്രീ കലൈമാമണി എസ് നടരാജൻ്റെ കീഴിലാണ് ഞാൻ എൻ്റെ ആദ്യത്തെ ഒരു 10 വർഷം അദ്ദേഹത്തിൻ്റെ കീഴിൽ. അതുകൊണ്ടാണ് ഈ ട്രാൻസ് എന്നുള്ളൊരു സാധനം ഇപ്പോഴും ഭാഗവതമേള നാടകം മേലട്ടൂർ, തഞ്ചാവൂരിൽ മേലട്ടൂർ എന്നുള്ള ഗ്രാമത്തിൽ ഭയങ്കര സജീവമായി നടക്കുന്ന ഒരു ശരിക്കും ഒരു റിച്വൽ ഡാൻസ് തിയേറ്ററാണ്. അപ്പോൾ ആ ഒരു കണ്ണി എന്നുള്ള രീതിയിൽ ഞാൻ ഭയങ്കര, എനിക്ക് അതിൻ്റെ ഒരു അഹങ്കാരം നല്ലോണം ഉണ്ട്.
അപ്പോൾ നല്ല ഗുരുവിനെ കിട്ടുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ പിന്നെ ഞാൻ മോഹിനിയാട്ടം പിന്നെ ഓഫ്കോഴ്സ് ഗിരിജ ടീച്ചറിൻ്റെ അടുത്ത് ഞാനിവിടെ 6 വയസ്സിൽ ജോയിൻ ചെയ്യുക ചെയ്തത്. ട്രിവാൻഡ്രത്ത് അന്ന് ലോജിസ്റ്റിക് ആയിരുന്നു, കാരണം ഞാൻ ദുബായിലായിരുന്നു ജനിച്ചു വളർന്നു. അപ്പം എനിക്ക് അന്ന് എയർപോർട്ട് ഇവിടെയായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അച്ഛൻ്റെ പെങ്ങൾ ഇവിടെയാണ് താമസിക്കുന്നത്. അങ്ങനെ കുറച്ച് ദിവസം അവരുടെ കൂടെ ഇരിക്കുമ്പോൾ അവർ റിഗാറ്റയുടെ തൊട്ടടുത്തായിരുന്നു. അങ്ങനെ ഈ സ്കൂൾ കണ്ട് ഞാൻ പോയതാണ്. അപ്പോൾ ആക്ച്വലി എല്ലാം കൂടെ വന്ന് ചേർന്ന് നമ്മൾ എന്താണ് സംഭവിക്കേണ്ടത് സംഭവിച്ചത്. എല്ലാ നല്ല ഗുരുക്കന്മാരെയും കിട്ടിയതെല്ലാം നല്ല ഗുരുക്കന്മാരായിരുന്നു. അത് ഭാഗവതമേള നാടക ആചാര്യൻ അന്ന് ദുബായിലെ എഞ്ചിനീയർ ആയിരുന്നു അദ്ദേഹം. ഇമാജിൻ, അന്ന് മരുഭൂമി, അവിടെ അങ്ങനെ ഒരു വ്യക്തി അവിടെ ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെ. ദേവിക്ക് വേണ്ടി സംഭവിച്ചത്. ഞാൻ മേലറ്റൂർ ഗ്രാമത്തിൽ പോയപ്പോഴാണ് ഞാൻ ഇവിടുത്തെ ഒരു പ്രൊഡക്റ്റ് ആണല്ലോ എന്ന് അറിഞ്ഞതിൽ എനിക്ക് MA ഡാൻസ് പഠിക്കുമ്പോൾ രവീന്ദ്രഭാരതി അദ്ദേഹത്തിനെ കുറിച്ച് ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു പഠിക്കണം. അപ്പോഴെനിക്ക് മനസ്സിലായത് ദൈവമേ ഇദ്ദേഹമായിരുന്നില്ല എൻ്റെ ഗുരു. അടുത്തത് വസ്ത്രാലങ്കാരത്തിലെ ഇംപ്രവൈസേഷൻ. അതായത് ദേവിക പലപ്പോഴും ചെയ്യുമ്പോൾ ഓരോന്നിനും ദേവികയുടേതായിട്ടുള്ള ഒരു ശൈലിയുണ്ട്. അത്തരം അത് എങ്ങനെ സെലക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങനെയൊന്നുമില്ല, നമുക്കൊരു ബേസിക് സാധനമുണ്ട്, അതിൽ വെച്ചൊന്ന് ഇപ്പം നമ്മൾ നോക്കണ ഇതൊന്നും സോ കോൾഡ് ഇന്ന് കാണുന്ന മോഹിനിയാട്ടം കോസ്റ്റ്യൂം ഒന്നും ആയിരുന്നില്ല. ആദ്യം വേറെന്തോ ആയിരുന്നു. പിന്നെ മുടിക്കെട്ടൊക്കെ ഇങ്ങോട്ടേക്ക് മാറ്റി വേഷം ഇങ്ങനെ ആക്കി എന്നൊക്കെ ഉള്ളൂ. അത് കാലാകാലങ്ങൾ വരുമ്പോൾ നമുക്ക് വലിയ എന്താ പറയുക, ഇറച്ചു നിൽക്കാത്തൊരു മാറ്റം അല്ലാണ്ട് നമുക്ക് ആ മൂവ്മെൻറ്റിനെ ആക്സെൻച്വേറ്റ് ചെയ്യുന്നത് നമുക്ക് കേരളീയം എന്ന് തോന്നത്തക്ക രീതിയിൽ നമുക്ക് ചെയ്യാം എന്ന് തോന്നുന്നു. ഇത് അടുത്തതൊക്കെ ഇപ്പോൾ ഫിലോസഫിക്കലായിട്ടുള്ളൊരു ഇൻസൈറ്റ് ടീച്ചറുടെ നൃത്തരൂപങ്ങൾ, അത് നമ്മൾ ശരിക്കും ഇവിടെ സർപ്പതത്വം എടുത്തിട്ട് ഗംഭീരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും അത് ഒരു ചെറിയൊരു സമയത്ത് പറയാനുള്ളതല്ല. ഇതൊരു വളരെയധികം സമയമെടുത്ത് ശരിക്കും അതിൻ്റെ നിർവചനാതീതമായിട്ടുള്ളൊരു തലമാണത്. അത് നമ്മൾ അനുഭവിച്ച് തന്നെ തിരിച്ചറിയേണ്ടത്. അതിൻ്റെ ഒരു ചർച്ച നമ്മൾ ഓൾറെഡി ഇവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ മോഹിനിയാട്ടത്തിന് പല സ്കൂൾ ഉണ്ടോ? ഉണ്ട്. ഓരോ ഡാൻസറും ഓരോ സ്കൂളും ഓരോന്നും ഓരോ ഡിപ്പാർട്ട്മെന്റ്. ഞാനത് ഇപ്പോഴത്തെ ഒരു അവസ്ഥയെക്കുറിച്ച് പറഞ്ഞാണ്. പക്ഷേ അടിസ്ഥാനമായിട്ടുള്ള കേരള കലാമണ്ഡല ശൈലി, അവിടുന്ന് പിന്നെ കല്യാണിക്കുട്ടിയമ്മ ടീച്ചർ, പിന്നെ അവിടുന്ന് ഒരുപാട് റിസർച്ച് ചെയ്ത് ഉണ്ടാക്കിയ നളന്ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡോക്ടർ കനകരലെ, പിന്നെ ശ്രീമതി ഭാരതി ശിവാജി. അതെ. അടുത്തതൊരു ചോദ്യം എന്ന് പറയുന്നത് ചിദംബര സ്തോത്രം, അതിൽ സൗമ്യ താണ്ഡവം ഉപയോഗിച്ചതിനെ കുറിച്ച് ഗായത്രി MS ചോദിച്ചിരിക്കുന്നു. അത് ചിദംബര സ്തോത്രം ശരിക്കും പതഞ്ജലി മുനി ചിദംബരത്ത് പോയി കാണണം എന്ന് പറയും. അപ്പം നന്ദി അവിടെ നിൽക്കണം. അപ്പോൾ സെക്രട്ടറി ആയിട്ട് നിൽക്കുക നന്ദി, സമ്മതിക്കില്ല കാണാൻ. അങ്ങനെ ഇദ്ദേഹം പാടുന്നതാണ് ചിദംബര സ്തോത്രം. അപ്പോൾ പരമശിവൻ ഇത് കേട്ടിട്ട് ഗർഭഗൃഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന് കളിക്കുന്നതാണ് ഞാൻ ചെയ്തത്, സൗമ്യ താണ്ഡവം. അപ്പോൾ സ്ഥപതിമാർ പറഞ്ഞത് ഇത് സൗമ്യ താണ്ഡവം ആവാനുള്ള കാരണം എന്താ വെച്ചാൽ പെട്ടെന്ന് ചെയ്തതല്ല. മറ്റേതെല്ലാം ആനന്ദ ആയാലും രൗദ്രതാണ്ഡവമായാലും അതിനൊക്കെ ഫോഴ്സ് കൂടും. എന്താ വെച്ചാൽ ഇദ്ദേഹം വളരെ വോളണ്ടറി ആയി ചെയ്യുന്നു, സ്പോണ്ടേനിയസ് ആയി ചെയ്യുന്നു. ഇത് ഇദ്ദേഹം പാടിച്ച് ഇദ്ദേഹത്തിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ചെയ്തപ്പോൾ അതിന് റിസ്ട്രെയിൻറ്റ് കുറച്ചും കൂടെ ഒരു കൺട്രോൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അതിനെ മോഹിനിയാട്ടത്തിന് അഡാപ്റ്റ് ചെയ്തു. ശരി. അപ്പോൾ ഇനി കർണാടക സംഗീതത്തിലും കേരള താളത്തിലും ഐറ്റം ചെയ്ത വ്യക്തി എന്ന നിലയിൽ രണ്ടിലുമുള്ള എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? രണ്ടും നമ്മൾ കൊറിയോഗ്രാഫി ചെയ്യുമ്പോഴുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ കെയർഫുൾ ആവണല്ലോ. നമ്മൾ കൊറിയോഗ്രാഫി ചെയ്യുമ്പോൾ ഫൈനലി നമ്മുടെ ഒരു എസ്തെറ്റിക്സ് എന്നുള്ള രീതിയിൽ അത് രണ്ടും ഈക്വലി ചാലഞ്ചിങ്ങുമാണ്, രണ്ടും ഈക്വലി പ്രശ്നം സൃഷ്ടിക്കാനും സാധ്യതയുള്ള സംഭവമാണ്. അപ്പോൾ നമ്മളത് ചോയ്സ് ഓഫ് മ്യൂസിക്കൊക്കെ വളരെ കെയർഫുള്ളായിട്ട് ചെയ്യാം. ഇപ്പോൾ കേരള താളത്തിൽ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് മുദ്രയൊക്കെ എടുത്ത് വിടാൻ ഭയങ്കര ഈസിയാണ്. മറ്റേതിങ്ങനെ പറഞ്ഞു പോകും. അപ്പോൾ മുദ്രയ്ക്ക് പ്രത്യേകിച്ച് നമ്മുടെ മുദ്ര എന്ന് പറയില്ല, നമ്മുടെ ഹസ്താഭിനയ ഒരു രീതിയിലേക്ക് ഒരു ബിഗിനിങ്ങും എൻഡ് പോയിന്റും ഉണ്ട് ഇപ്പോൾ കേരള ഹസ്തങ്ങൾക്ക്. അപ്പോൾ ആ ബിഗിനിങ്ങും എൻഡിനും പറ്റുന്ന ഒരു താളക്രമമാണ് നമ്മുടെ കേരള താളക്രമം.
അപ്പോൾ അതിന് നമുക്ക് തുടക്കവും ആ പങ്ക്ച്വേറ്റ് ചെയ്ത ആ ശബ്ദത്തിൽ നമ്മൾ വിടുന്നു. അതിനുള്ള ഒരു സ്പേസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ മറിമാൻ കണ്ണി ചെയ്യുകയാണെങ്കിൽ മറിമാൻ കണ്ണി മൗലിയുടെ ആദ്യം എനിക്ക് വേണമെങ്കിൽ ആ മറിമാൻ കണ്ണി മൗലിയുടെ വരയ്ക്കും മറിമാൻ കണ്ണി കാണിക്കാം. ഓക്കെ, മനസ്സിലായില്ലേ? അത് ആ താള പദ്ധതി അനുസരിച്ചിരിക്കും. മാത്രമല്ല ഇതിൻ്റെ വാക്കുകൾ കുറെ കൂടെ കമ്മിയാണ്. നമ്മൾ കേരള താളങ്ങളിൽ നമ്മൾ ചിട്ടപ്പെടുത്തുമ്പോൾ കുറച്ചുകൂടെ കമ്മി വാക്കുകൾ ഉപയോഗിക്കും. കർണാടക സംഗീതത്തിൽ എപ്പോഴും ആയിക്കോളൂ. അതുകൊണ്ടാണ് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ഒരു റിതമിക് സൈക്കിളിൽ കുറച്ച് വാക്കുകൾ ഉള്ള രീതിയിലുള്ള വളരെ, അതുകൊണ്ടാണ് ചൗക്കം എന്ന് പറയുന്നത്. നമ്മൾ എടുക്കുന്നത് എന്താണോ അതിനനുസരിച്ചിരിക്കും. അതെ, കേരള താളങ്ങളുടെ ഒരു പ്രത്യേക മർമ്മത്തിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു. ഇപ്പം ഏത് ജാതിയിൽ, ഇപ്പം ഖണ്ഡത്തിലാണെങ്കിലും തിശ്രത്തിലാണെങ്കിലും ഏതെടുത്താലും അതിലെല്ലാം ആ താളത്തിൻ്റെ ഒരു രസം, അതിലേക്ക് മാറുമ്പോൾ അതിൻ്റെ സൗന്ദര്യം പൂർണ്ണതയിൽ അത് പ്രകാശിക്കുകയാണ്. കേരള താളങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. ഇപ്പോൾ കുംഭതാളത്തിൽ എനിക്കൊന്ന് ദേവിക ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ചെയ്തിട്ടുണ്ട്, മറന്നുപോയി. കുംഭ വരുന്ന ഒരു ഫുൾ കുംഭത്തിലല്ല, കുംഭയുടെ ഒരു എലിമെന്റ് വരുന്ന ഒരു പീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുംഭതാളമൊക്കെ നമ്പ്യാർ വളരെ മനോഹരമായിട്ട് താളം, എല്ലാ താളങ്ങളും ഡിഫൈൻ ചെയ്തിട്ടിരിക്കുകയാണ്. പക്ഷെ അതാണ് ഡെഫിനിഷൻസിൽ അവിടെ ഇരിക്കുകയാണ് എപ്പോഴും. അത് ആരും എടുത്തത്. പക്ഷെ നമ്മുടെ ശശികുമാർ സാറ് കുംഭതാളമിതും അഭിമതം ജനബഹുമതം താളത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട്. കുംഭതാളമിതും അഭിമതം ജനബഹുമതം കുജ കുംഭനദാംഗികളെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതാ പറയുന്നത്, ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും ഇത് പബ്ലിക്കിൽ എത്തുന്നത് എനിക്കൊന്ന് സോപാന സംഗീതം ഈ താള പദ്ധതിയിൽ കൂടുതൽ ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു ഐറ്റം കൂടുതലായിട്ട് തീർച്ചയായിട്ടും ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. അതേ ഇപ്പൊ പറയുന്നുള്ളൂ. ഞാനിപ്പോ അത് ആലോചിച്ചത്, ഇത്രയും അറിയുന്ന സ്ഥിതിക്ക് വളരെ നന്നായി എഴുതും, നന്നായി ചിന്തിക്കും, നല്ല പാണ്ഡിത്യമുള്ള ഒരു വ്യക്തിയുള്ള രീതിയിൽ എഴുതണം. ഞാൻ ഐ വിൽ ടേക്ക്. തീർച്ചയായിട്ടും അത് സാറെന്നോട് പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും. ഈ പല രചനകളുടെയും പിന്നിൽ നമ്മൾ നിന്ന് കണ്ടിട്ടുള്ളത് കൊണ്ട് അനുഭവമുണ്ട്. സാറിനോടൊപ്പം നിന്നിട്ടുള്ളൊരു വലിയ അനുഭവം അത് എൻ്റെ കൂടെയുണ്ട്. അതൊരു വലിയ ഭാഗ്യമാണ്. ഒരുപക്ഷെ ദൈവം തന്ന ഒരു വലിയ സാന്നിധ്യമാണ്. അപ്പോൾ എനിക്ക് ഇനി ചോദിക്കുകയാണ്, നിറം അവതരിപ്പിച്ചിട്ടുണ്ടല്ലോ, ഈ നിറത്തിൽ ഏറ്റവും ഗംഭീരമായിട്ട് ചെയ്ത ഒരു പ്രൊഡക്ഷനെ പറ്റി ഒന്ന് പ്രേക്ഷകർക്ക്. അത് ഇത് തന്നെയാണ്, ത്യാണി, മറ്റേ തിരുമാന്താങ്ങൂർ അമ്പലത്തിൽ നിറമധു പുതിയ പൂക്കളം തന്നിൽ വിലസിന മൂലതായ ദേവിയെ കുറിച്ചുള്ളത്. മൂലതായേ വിലസിന മൂലതായ. അത് ഭയങ്കര രസമുള്ള സാറിന്റെ ഒരു കൃതി ഉണ്ടല്ലോ, ചെമ്പൊന്നിൻ പുറവടി വിരലോ, ചെയ്തിട്ടില്ല. പക്ഷെ അതൊന്ന് ചെയ്യണം കേട്ടോ. അത് ദേവിയെ കേശാദിപാദം. അതായത് സാറിന്റെ ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി വേറൊരു നിറം വരും. സത്യം അതാണ് എനിക്ക് അതുകൊണ്ടായിരിക്കും നിറം എന്നുള്ള പേര്. ശശികുമാർ സാർ ദ്വിജാവന്ത രാഗത്തിൽ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ആസ് എ ഡാൻസർ മൊത്തത്തിൽ നമ്മുടെ നിറം വേറേതായിരിക്കും. അതെ, എല്ലാം അതാണല്ലോ, കളേഴ്സ് ആണ് നമ്മുടെ ഇമോഷൻ. വല്ലാത്തൊരു സൃഷ്ടി, എനിക്ക് തോന്നുന്നു ഈ ഐറ്റത്തിൽ വെച്ചിട്ട് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന. അതായത് ഇപ്പോൾ നമ്മൾ കാവലം സാറെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടായിട്ടുണ്ട്. അവരുടെ ക്രിറ്റിസിസത്തിന്റെ ബേസിസും നമ്മൾക്ക് കംപ്ലീറ്റ്ലി തെറ്റാണ്. അവർ പറയുന്നത് ഇത്രയേ ഉള്ളൂ, എന്തുകൊണ്ട് പെഡഗോഗി ഉണ്ടായിട്ടില്ല എന്നുള്ളത്. പക്ഷേ കാവലം സാറിന്റെ ഗുണം എന്ന് പറയണ നമ്മളൊന്നും കാണാത്ത ഇത്തരം സംഭവങ്ങളാണ്. ഈ മൊത്തത്തിൽ ഒരു സംഭവം ആവാഹിച്ചെടുക്കുക. അത് ആസ് എൻ ആർട്ടിസ്റ്റ് നമ്മളത് കറക്റ്റായി അപ്രോച്ച് ചെയ്ത്, അതും എഗൈൻ കാവലം സാറിന്റെ കൃതികൾ കൈകാര്യം ചെയ്യുന്ന രീതിയിലും ഇരിക്കും. അതെ, അല്ല സാറിന്റെ അനുഭവജ്ഞാനം വേറൊരു. ഇപ്പോൾ നമ്മൾ കാവലം സാറിന്റെ കൃതികൾ ഒരുപാട് ഡാൻസേഴ്സ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. പലവരും എമിനേറ്റ് ചെയ്യുന്ന വേറെ തരം രസങ്ങളാണ് കേട്ടോ. അപ്പോൾ അത് കൃത്യമായി ചെയ്താൽ അത് അത്രയും ഗംഭീരമായിരിക്കും. അതാണ് ഇത് എനിക്ക് തോന്നുന്നത് പലരും ഈ കർണാടക താളത്തിലേക്ക് പോകുന്നത് ഈ കേരള താള പദ്ധതിയിൽ വലിയൊരു അവബോധം അവർക്ക് കിട്ടാത്തത്. അത് അടിസ്ഥാനമായിട്ട് അത് പഠിപ്പിച്ചു കൊടുക്കാൻ ഇല്ല.
ആരുമില്ല. അതുകൊണ്ട് തന്നെയാണ് പിന്നെ എല്ലാവർക്കും ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് പോയിട്ട് വേണമെങ്കിൽ പഠിക്കാം. ഇപ്പോൾ അത് സാറിൻ്റെ തന്നെ ഇത് വേണമെന്നില്ല. നമുക്കിപ്പോൾ കഥകളിയുടെ താള പദ്ധതി പഠിച്ചാൽ മതി, നമുക്ക് എന്നിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്താൽ മതി, എക്സിക്യൂട്ട് ചെയ്താൽ മതി. പക്ഷെ അതാ പറയുന്നത് പിന്നെ ഇറ്റ്സ് എ ബിഗ് സ്റ്റെപ്പ്. ദെൻ യു ഹാവ് ടു ക്രിയേറ്റ് ഐറ്റംസ്. വെൻ ഇറ്റ് കംസ് ടു റൈറ്റിംഗ്, ഇപ്പം ഞാൻ പേഴ്സണലി എന്തുകൊണ്ട് കുറേ ചെയ്യുന്നില്ല വെച്ചാൽ ഈ റൈറ്റേഴ്സിൻ്റെ പ്രശ്നം കാരണം. അവരുടെ ആ ഒരു റൈറ്റിംഗ് മാത്രമല്ലല്ലോ ഇപ്പോഴത്തെ ഒരു സ്റ്റേജിലും അതെ, നമുക്ക് വ്യക്തമായിട്ട് അറിയാം ഒരാളുടെ കൃതി എടുത്ത് ചെയ്യുമ്പോൾ ആ കൃതി എഴുതുക അല്ലെങ്കിൽ പാടിയ ആൾക്ക് വരുന്ന ഒരു ട്രാൻസ് കിട്ടും. അതില്ലെങ്കിൽ ഇപ്പോൾ വലിയ പാടാണ്. അതെ. ഇനിയൊരു മറ്റൊരു പ്രബലമായൊരു ക്വസ്റ്റ്യൻ. നമ്മൾ കേരള നടനം എന്ന് പറയുന്ന ഗുരു ഗോപിനാഥ് വിഭാവനം ചെയ്ത ഒരു കലാരൂപമുണ്ട്. ഞാൻ ചോദിക്കുന്നത് ഈ മോഹിനിയാട്ടവും ഈ കേരള നടനവും ഏതാണ്ട് ഒരേ രൂപത്തിൽ വേഷത്തിൽ മാത്രം വ്യത്യാസപ്പെട്ട് രംഗത്തിപ്പോൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതെന്താ വെച്ചാൽ ഈ കേരള താള പദ്ധതി വന്നതോടെ കൂടി അപ്പോൾ അത് എന്താണ് അതിനെക്കുറിച്ച് ദേവിക്ക് പറയാനുള്ള ഒരു അത് മോഹിനിയാട്ടത്തിനെ സംബന്ധിച്ചുള്ള ഒരു അപകടം ആണ്. അതുകൊണ്ടും കുറെ പേര് ഇപ്പൊ കേരള താളം മോഹിനിയാട്ടത്തിന് ഉപയോഗിക്കാണ്ടായി പേടിച്ചിട്ട്. അതായത് ഇപ്പോൾ നമ്മൾക്കറിയാം കേരള നടനം എന്ന് പറയുന്നത് കഥകളിയിലെ സ്ത്രീവേഷത്തെ മിനുക്കിനെ ആധാരമാക്കി ഉണ്ടായിട്ടുള്ള ഒരു കലാരൂപമാണ്. മറിച്ച് മോഹിനിയാട്ടം എന്ന് പറയുന്നത് അങ്ങനെയല്ല. തിരുവാതിര എന്ന് പറയുന്ന ഒരു നാടോടി കലാരൂപത്തിൽ നിന്ന് രൂപം കൊണ്ടതാണ്. ഇത് രണ്ടും രണ്ടാണ് ശരിക്കും പറഞ്ഞത്. പക്ഷേ തിരുവാതിര ഒരു എലിമെന്റ് ആയി ജസ്റ്റ് അതിനകത്ത് ഏതോ ഒറ്റത്തെ കിടപ്പുണ്ട്, അത്രയേ ഉള്ളൂ. പിന്നീട് അത് ക്ലാസിക്കൽ ഫോമിലേക്ക് അത് പൂർണ്ണമായും പരിണമിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ രണ്ടും ഒന്നിലേക്ക് ചാഞ്ചാടി കയറുമ്പോൾ സ്വാഭാവികമായിട്ടും ഒന്നിൻ്റെ അന്ത്യം സംഭവിക്കും. അതിലേതിൻ്റെ അന്ത്യമായിരിക്കും? ആരാണോ നന്നായി ഫൈനലി ആരാണ് ഏറ്റവും നന്നായി ഡാൻസ് ചെയ്യുന്നതും ഏറ്റവും നല്ല സ്റ്റുഡൻസ് ഉണ്ടാവുന്നതും അവർ തന്നെ വിജയിക്കും. നമുക്ക് അറിഞ്ഞൂടാ, നമുക്കൊന്നും ഏറ്റവും കൂടുതൽ പോപ്പുലാരിറ്റി ഏതിനാണോ ഉണ്ടാവുക, ആ പോപ്പുലാരിറ്റി എങ്ങനെ ഉണ്ടാവുന്ന ഏറ്റവും ഗംഭീരമായി ഡാൻസ് ചെയ്യുന്നതും ഏറ്റവും ഗംഭീരമായി അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്ന വ്യക്തികൾ, റിസർച്ച് ചെയ്യാൻ മാത്രമല്ല മെയിൻലി പെർഫോമൻസ് തന്നെയാണ്. പെർഫോമൻസ് ആർട്ടാണ് ഫൈനലി. അപ്പോൾ അതാണല്ലോ ഭാരതി ശിവാജി മാം. ഞാൻ പറയണ വെച്ചാൽ അവര് ഭയങ്കര ബ്യൂട്ടിഫുൾ ഡാൻസറാണ്, മോഹിനിയാട്ടം ഡാൻസറാണ്. അവരിപ്പോൾ ഒരുപാട് ഞാൻ പറയില്ലേ വളരെയധികം റിസർച്ച് ചെയ്ത വ്യക്തിയൊന്നാണ്. ഷീ ഈസ് എ ബ്യൂട്ടിഫുൾ പെർഫോമർ. സോ ഫൈനലി സ്റ്റേജിൽ വരുമ്പോൾ ആരാണോ അത് കറക്റ്റായി ചെയ്യുന്നത്, അവർ ഈ റിസർച്ച് ചെയ്തു ആ റിസർച്ച് ഒന്നും കാര്യമില്ല, ആരാണോ അത് കറക്റ്റായി ഇന്റർണലൈസ് ചെയ്ത് ചെയ്യുന്നത് അവരുടെ ശിഷ്യഗണങ്ങൾ ആ കലയും നിലനിൽക്കും. ശിഷ്യഗണങ്ങൾ എത്ര ടാലന്റഡ് ആണോ, ടാലന്റ് അല്ല എത്ര ഹാർഡ് വർക്കിംഗ് ആണോ, അവരെത്രത്തോളം ഈ ഗുരുക്കന്മാരോട് കൂറ് കൊടുക്കും. ഒരുപാട് വേരിയബിൾസ് ആണ്. അത് പണ്ടെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം കഥകളി ചെയ്യുന്ന ആർട്ടിസ്റ്റ് കൂടിയാട്ടം കാണാൻ സമ്മതിക്കില്ല, കൂടിയാട്ടം ചെയ്യുന്ന ആർട്ടിസ്റ്റ് കഥകളി കാണാൻ സമ്മതിക്കില്ല. ആസ് ഓഫ് നൗ എന്തായാലും ആ ചോദ്യത്തിന് ഉത്തരം മോഹിനിയാട്ടമാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ എന്താ വെച്ചാൽ ആർക്കും ഇപ്പോൾ കേരള നടനം പറഞ്ഞാൽ കേരളീയർക്ക് അറിയാം, കുറച്ച് പേർക്ക് ഡൽഹിയിലൊക്കെ അറിയായിരിക്കും, ആർക്കും അറിഞ്ഞൂടാ. എങ്കിലും അതിലൊരു ആ ഒരു കേരള നടനം അതിൻ്റെ ഒരു ക്ലിയർ സ്ട്രക്ചറിലേക്ക് തിരിച്ചു വരേണ്ടതായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കേരള നടനം ഗുരു ഗോപിനാഥ് ജി ചെയ്ത പോലെ തന്നെ ചെയ്താൽ നന്നായിരിക്കും. അതുപോലെ ചെയ്യുന്നില്ല ആരും. ലൈക്ക് എ കേരളൈറ്റ് ഡാൻസ് ഡ്രമാറ്റിക് ട്രഡീഷൻ അങ്ങനെ ചെയ്യാലോ. അതെ, തീർച്ചയായിട്ടും ചെയ്യും. അങ്ങനെയായിരുന്നു ഗുരു ഗോപിനാഥ് ജി. ആ വേഷമൊക്കെ ഇട്ടു നമ്മൾ ഉദയശങ്കർ സ്റ്റൈലൊക്കെ ഇല്ലേ പണ്ടത്തെ, രാം ഗോപാൽ സ്റ്റൈൽ, അതുപോലെ ഒന്ന് കേരളീയമാണ്. പക്ഷെ ഒരു കേരളത്തിന്റെ ഒരു നൃത്ത നാടക ട്രഡീഷൻ എന്നുള്ള രീതിയിൽ അതൊന്നത് സോളോ ചെയ്യണമെങ്കിൽ ആ ക്യാരക്ടറായി വരിക രസമായിരിക്കും. ആ ക്യാരക്ടറിന്റെ ഡ്രസ്സിംഗ് ഒക്കെ ചെയ്ത് അതുകൊണ്ട് നമ്മൾ മോഹിനിയാട്ടത്തിന് സാധിക്കില്ലല്ലോ, സാധിക്കില്ല. ശ്രീരാമനായി വരുമ്പോ എനിക്ക് ശ്രീരാമനായി വേഷം കെട്ടി വരാൻ തോന്നാറുണ്ട്, പറ്റില്ല. പകർന്നാട്ടം മാത്രമേ സാധ്യമാവൂ. അപ്പോൾ എന്തായാലും നമ്മൾ ഇത്രയും സമയം ഈ ഒരു മോഹിനിയാട്ടത്തിൻ്റെ എല്ലാ വഴികളിലൂടെയും അതിൻ്റെ തുടക്കം തൊട്ടുള്ള വഴികളിലൂടെ അതിൻ്റെ സാങ്കേതിക വശങ്ങളിലൂടെയെല്ലാം നമ്മൾ സഞ്ചരിച്ച് സാധാരണ പ്രേക്ഷകർക്കും അതോടൊപ്പം തന്നെ കലാകാരന്മാർക്കും അവരുടെ എങ്ങനെയാണ് അതിലെ ചെയ്വന, അതിലെ കാര്യങ്ങൾ ഒക്കെ വളരെ മനോഹരമായിട്ട് നമുക്ക് പറഞ്ഞു തന്ന് ഒരുപാട് പേരുടെ അഭിനന്ദനങ്ങൾ. എല്ലാവരെയും എനിക്ക് വായിക്കാൻ ഇപ്പോൾ ഇവിടെ സമയമില്ലാത്തതുകൊണ്ട് വായിക്കുന്നില്ല.
അനേകം ആളുകളുടെ അഭിനന്ദനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരോടും നമ്മുടെ സന്തോഷം അറിയിക്കുകയാണ്. ഇത് ഒരു ആദ്യ സംരംഭമാണ് ഇങ്ങനെയൊരു സംവാദമെന്ന് പറയുന്നത്. അപ്പോൾ പ്രേക്ഷകർക്ക് നിങ്ങൾക്കറിയാനുള്ള കാര്യങ്ങൾ ഇനി ഇത് ഏതെങ്കിലുമൊക്കെ തരത്തിൽ നർത്തകികളും അതേപോലെ തന്നെ സാധാരണ പ്രേക്ഷകരും പ്രത്യേകിച്ച് മാതാപിതാക്കൾ ഈ പറഞ്ഞ സംവാദത്തിൽ പറഞ്ഞത് ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്തുകൊണ്ട് നമ്മുടെ കുഞ്ഞ് ഒരിക്കലും തെറ്റായ ഒരു പഠന മേഖലയിലേക്ക് പോകരുത്. പൂർണ്ണതയിൽ അതിൻ്റെ നിറവിൽ അതിൻ്റെ തനതു ഭാവത്തിൽ തൻ്റെ കുഞ്ഞ് ഇത് പഠിക്കണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എല്ലാ അച്ഛനമ്മമാരും ആ ഒരു കലയെ അതിൻ്റെ തനത് ഭാവത്തിൽ സ്വാംശീകരിച്ച് പഠിച്ച് ദേവികയെപ്പോലെ നല്ല പെർഫോമൻസായിട്ട് എല്ലാവരും വരണം. നമ്മളെപ്പോലെയുള്ളവർ വന്നിരുന്ന് അത് കാണാനും അതിനെക്കുറിച്ച് ഒരു റിവ്യൂ എഴുതാനും ഒക്കെ നമുക്ക് തോന്നണം. അതേ രീതിയിൽ മനോഹരമായിട്ടുള്ളൊരു മേഖലയിലേക്ക് നിങ്ങൾ എല്ലാവരും സഞ്ചരിക്കണമെന്ന് എല്ലാ നർത്തകിമാരോടും ഈ സമയത്തിൽ ഞാൻ എല്ലാവരെയും അതിനുമായിട്ട് പ്രചോദിപ്പിക്കുകയാണ്. എല്ലാവരോടും ഒരുപാട് സന്തോഷം. നമുക്ക് ഇനി ദേവികയുടെ മനോഹരമായിട്ടുള്ള ഒരു പെർഫോമൻസ് കണ്ടുകൊണ്ട് നമുക്ക് ഈ സെഗ്മെൻറ്റ് അവസാനിപ്പിക്കാം. ഓണാണോ മൈക്ക്? ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയൊരു അഭിനയ പോർഷനാണ്. മറ്റേ അരുണാചല കവിയുടെ യാറോ ഇവർ യാറോ. അത് ശരിക്കും സീത പന്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പന്ത് ശരിക്കും കമ്പരാമായണത്തിൽ നിന്നാണ്. ശ്രീരാമൻ്റെ കാൽക്കൽ വന്ന് വീഴും. എന്നിട്ട് ഇദ്ദേഹം ആ പന്തെടുത്ത് നോക്കുമ്പോഴാണ് ആ ബാൽക്കണിയിൽ സീത നിൽക്കുന്നു സഖിമാരോടൊപ്പം. അപ്പം വരികൾ അതൊന്നും ഞാൻ ചെയ്യുന്നില്ല. ഞാൻ ചെയ്യുന്നത് ശരിക്കും ചന്ദ്രബിംബമുഖ മലരാലെ എന്നെ താനെ പാർക്കിറാറൊരു കാലെ. അതായത് ഈ ചന്ദ്രമോഹം, ഈ മൂൺ ലൈക്ക് ഫേസ് എന്നെ നോക്കുന്നുണ്ട്. ഇനി ഒരു പക്ഷേ ഏതോ ഒരു ജന്മത്തിൻ്റെ ഒരു ഇതാണോ ഇപ്പോൾ സംഭവിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം അത് നോക്കി നിൽക്കുകയാണ് രണ്ടുപേരും. എന്നിട്ട് ഫൈനലി ആ സ്ഥലം വിടുന്നതാണ് പന്ത് തിരിച്ചു കൊടുത്തിട്ട്. അപ്പം ഞാൻ ആ ഭാഗം ഒന്ന് ചെറുതായി ചെയ്യാം. ഓക്കെ, ആ സൈഡ് என்ன பேரோ யாரோ இவர் யாரோ என்ன பேரோ ചന്ദ്രബിംബ മുഖ മലരാലെ എന്നെ താനെ പാർക്കിറാർ ഒരു കാലേ. ചന്ദ്രബിംബ മുഖ മലരാലെ ചന്ദ്രബിംബ മുഖ
சேவை தருகிறார் அந்த நாளில் சொந்தம் போலே. വിഷസിന് നമസ്കാരം.